റെക്കോർഡ് ചെയ്തു. ആ ശരി, നമുക്ക് ഇന്നലെ ആയിരുന്നു ആക്ച്വലി ക്ലാസ്. അപ്പോൾ താരാജപക്രമം കൂടി വന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് അത് ഒരു ദിവസം ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, നമ്മളിപ്പോ പ്ലേ ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ദീക്ഷിതരൊക്കെ മധുര മീനാക്ഷിയെ മാതങ്കി ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അപ്പോ അതുപോലെ ദീക്ഷിതർ എഴുതിയ മീനാക്ഷി രാജമാതങ്കി എന്ന്, മാമവ മീനാക്ഷി രാജമാതങ്കി എന്ന് പറയുന്ന ഒരു കൃതിയാണ് നമ്മളിപ്പോ, അതിന്റെ വയലിൻ വേർഷനാണ് ഇപ്പൊ പ്ലേ ചെയ്തിരുന്നത്. അപ്പൊ അതിൽ രസകരമായ ഒരു വരിയുണ്ട്. എന്ന് വെച്ചാൽ രസകരം എന്ന് പറഞ്ഞാൽ ദീക്ഷിതർക്ക് അത് ചെറിയൊരു കാര്യമാണ്. മുത്തുസ്വാമി ദീക്ഷിതർ എപ്പോഴും രാഗം ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് വരാളി എന്ന് പറയുന്ന ഒരു രാഗമാണ്. വരാളി രാഗത്തിൽ ഈ കൃതി രചിച്ച സമയത്ത് ദീക്ഷിതർ അതിന്റെ വരിയിൽ എഴുതി ചേർത്തു വരാളി വേണി എന്ന് എഴുതി ചേർത്തു. അതായത് മനോഹരങ്ങളായ വണ്ടുകൾ പോലെയുള്ള തലമുടി ഉള്ളവളെ, കറുത്ത വണ്ടുകൾ നിറഞ്ഞ തലമുടി ഉള്ളവളെ എന്ന് വിളിച്ചതാണ്. അപ്പൊ വരാളി വേണി എന്ന്, അളി എന്ന് പറഞ്ഞാൽ വണ്ടുകളാണ്, വേണി മുടിയാണ്. അപ്പോൾ അത് ചേർത്ത് പാടുന്ന സമയത്ത് വരാളി എന്ന പേര് കിട്ടും. രാഗത്തിന്റെ പേര് അങ്ങനെ ദീക്ഷിതര് ഒരു വളരെ ഒരു ജീനിയസോട് കൂടി, ബുദ്ധിവൈഭവത്തോടു കൂടി ഈ കൃതിയിൽ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനാക്ഷിയെ രാജമാതങ്കി എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയായിരുന്നു അത്. അപ്പൊ നമുക്കിന്ന് ആരംഭിക്കാം. നമ്മൾ ധ്യാനഭാഗം എടുത്തു, ഹെഡ് കട്ടാവും. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ധ്യാനഭാഗം നമ്മൾ എടുത്തു, ഇനി ആണ് ദണ്ഡകത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നോട്ട്സ് ഇന്ന് എടുക്കാൻ പോകുന്ന ദണ്ഡക ഭാഗത്തിന്റെ നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. ഇപ്പോൾ അതിൽ അർത്ഥം കൊടുത്തിട്ടില്ല. അർത്ഥമടങ്ങിയ നോട്ട് ഏറ്റവും അവസാന ദിവസേ തരുന്നുണ്ടാവുള്ളൂ. ശരി, നമുക്ക് ആരംഭിക്കാം. ജയജനനി. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നു കാളിദാസൻ ദേവിയെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ചൊല്ലിയതാണ് ദണ്ഡകം എന്ന് പറഞ്ഞിരുന്നു. അപ്പോ നാവിൽ സരസ്വതി ബീജത്തെ അല്ലെങ്കിൽ വാഗ്ബീജത്തെ എഴുതിക്കൊടുത്ത ആ കാളിക്ക് മുന്നിൽ നിന്നുകൊണ്ട് അതിന്റെ മാതങ്കി ഭാവത്തെ, ശക്തിയുടെ മാതങ്കി എന്ന് പറയുന്ന ഭാവത്തെ കണ്ടുകൊണ്ടാണ് കാളിദാസൻ ഇത് ചൊല്ലിയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ തുടങ്ങുന്നത് തന്നെ ജയജനനി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജനനി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പൊ നോക്കൂ, ലളിതാ സഹസ്രനാമം തുടങ്ങുന്നതും ശ്രീമാത എന്ന് വിളിച്ചിട്ടാണ്. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആണ് ലളിതാ സഹസ്രനാമവും തുടങ്ങുന്നത്. മാത എന്ന് പറഞ്ഞാൽ മാപനം ചെയ്യാൻ കഴിവുള്ളവൾ എന്നാണ്, അളക്കാൻ കഴിയുന്നവൾ. അപ്പോ ഒരു കുഞ്ഞിന്റെ ഓരോ ഘട്ടവും അളക്കാൻ കഴിയുന്നവൾ, എൻ്റെ മകൻ എവിടെ എത്തി എന്ന് അളക്കാനും അതിനനുസരിച്ച് വേണ്ട പോഷണം നൽകാനും കഴിയുന്നവളാണ് മാത. അളക്കാൻ കഴിയുന്നവൾ എന്നാണ് മാത എന്ന വാക്കിന്റെ അർത്ഥം. ജനനി, ജന്മം നൽകുന്നവളാണ് ജനനി. അപ്പൊ ഇവിടെയും ലളിതാ സഹസ്രനാമത്തിന് സമാനമായിക്കൊണ്ട് കാളിദാസൻ ജയജനനി, അമ്മ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ജയജനനി സുധാസമുദ്രാന്തരുദ്യന്മണിദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപദ്രുമാകൽപ കാദംബ കാന്താരവാസപ്രിയേ. അവിടെയാണ് നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിതിലിങ്ങനെ അർത്ഥം പറയാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ സംസ്കൃതത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മുറിക്കുന്നുണ്ടാവും. എന്നാൽ മാത്രമേ അതിന്റെ അർത്ഥം പറയാൻ സാധിക്കുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു, അത് ദണ്ഡകമാണ്, ഉള്ളു നിറഞ്ഞ് ഛന്ദസിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് ഒഴുകിയ ദണ്ഡകമാണ്. അതുകൊണ്ട് തന്നെ ഒരു വരി വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു പാരഗ്രാഫ് ആണല്ലോ എന്ന് തോന്നും. അത്ര വലിയ നീട്ടമുള്ള വരികളാണ്. അപ്പോ സുധാസമുദ്രാന്തരുദ്യന്മണിദ്വീപ സംരൂഢ ബില്വാടവീ മധ്യ കൽപദ്രുമാകൽപ കാദംബ കാന്താര വാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ. ഇതാണ് ആദ്യത്തെ ഭാഗം. ഇവിടെ പറയുന്നത് സുധാസമുദ്രം, അമൃതിന്റെ ഒരു കടൽ, അമൃതിന്റെ ഒരു സമുദ്രത്തെ സങ്കല്പിക്കാം. ആ സമുദ്രത്തിൽ ഉദിച്ചു വരുന്ന ഒരു മണിദ്വീപമുണ്ട്. മണി എന്ന് ഉദ്ദേശിക്കുന്നത് രത്നത്തെയാണ്, രത്നദ്വീപ്. അപ്പോ സമുദ്രത്തിന്റെ ആ പാൽക്കടൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അമൃതിന് വെളുത്ത നിറമായിട്ട് പറയാറുണ്ട്. അപ്പോ വെളുത്ത അമൃത് നിറഞ്ഞ ഒരു സമുദ്രത്തിൽ ഒരു മണിദ്വീപം ഉണ്ട്. മണിദ്വീപവാസി എന്ന് ദേവിയെ വിളിക്കാറുണ്ട്. അപ്പോൾ രത്നം പോലെയുള്ള പ്രഭയോടുകൂടി ആ കടലിൽ നിന്ന് എങ്ങനെയാണോ സൂര്യൻ ഉദിച്ചു വരുന്നത്, അതുപോലെ ഈ അമൃതിന്റെ സമുദ്രത്തിൽ ഒരു ദ്വീപ്, മണിദ്വീപ് ഉണ്ട്. ആ മണിദ്വീപിൽ എന്താണ്?
ബില്വാടവിയാണ്. ബില്വം എന്ന് പറഞ്ഞാൽ വില്വം എന്ന നമ്മുടെ കൂവളമാണ്. അപ്പൊ കൂവളത്തിന്റെ ഒരു വലിയ കാടുണ്ട്. അപ്പൊ ആദ്യം അമൃതിന്റെ ഒരു സമുദ്രം, ആ സമുദ്രത്തിനുള്ളിൽ ഒരു മണിദ്വീപമുണ്ട്, രത്നം കൊണ്ടുള്ള ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ കൂവളത്തിന്റെ ഒരു കാട്. അപ്പൊ പതുക്കെ ദേവിയുടെ ആ പച്ചപ്പിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ, കാടിന്റെ ഉൾക്കാടിലേക്ക് പോകുന്ന സമയത്ത് കാട് എങ്ങനെയാണോ കറുത്ത് വരുന്നത് അതുപോലെയുള്ള നിറമാണ് ദേവിക്ക്. അപ്പോ ബില്ലു ആടവി, കരിമ്പച്ച കൂവള നിറഞ്ഞ കൂവള മരങ്ങൾ നിറഞ്ഞ ഒരു കാട്. അതിനു മധ്യത്തിലായിട്ട് കൽപ്പദ്രുമാകൽപ്പ കാദംബ കാന്താരവാസപ്രിയേ. കൽപ്പദ്രുമം, കൽപ്പവൃക്ഷമാണ് കൽപ്പദ്രുമം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം. അപ്പൊ ദേവലോകത്ത് കൽപ്പവൃക്ഷമുണ്ട് എന്നാണ്. ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞ സമയത്ത് നമുക്ക് പൊങ്ങി വന്ന ഒരുപാട് വിശേഷപ്പെട്ട സാധനങ്ങളെ ഇവര് ദേവലോകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന കുതിരയെ കൊണ്ടുപോയി, ഐരാവതം എന്ന് പറയുന്ന വെളുത്ത 4 കൊമ്പുള്ള ആനയെ കൊണ്ടുപോയി, കൽപ്പദ്രുമം, കൽപ്പവൃക്ഷം, എന്ത് ചോദിച്ചാലും തരുന്ന കൽപ്പവൃക്ഷത്തെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയുള്ള കൽപ്പവൃക്ഷ ആകൽപ്പം, കൽപ്പവൃക്ഷത്തിനോട് സമാനമായിട്ടുള്ള, കൽപ്പവൃക്ഷത്തിന്റെ പർപ്പസ് എന്താണോ അത് അതുപോലെ തന്നെ അനുവർത്തിക്കുന്ന കാദംബ കാന്താര, അതായത് കദമ്പ്, കടമ്പ് ആണ്. കാദംബം, കദംബം എന്ന് പറയുന്നത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മരമായിട്ടാണ് പറയുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു വലിയ കദംബ വൃക്ഷമുണ്ട്. അപ്പൊ കദംബ വനവാസിനി എന്ന് വിളിക്കാറുണ്ട്. കാരണം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരമായിട്ട് പറയുന്നത് കടമ്പാണ്. അപ്പോ ഈ കടമ്പിന്റെ ഒരു കാട് ഇതിനുള്ളിൽ. അപ്പൊ എങ്ങനെയാണ്, ബില്ലു ആടവി ഉണ്ട് ആദ്യം, കൂവളത്തിന്റെ ഒരു കാടുണ്ട്, അതിന് മധ്യത്തിലായിട്ട് ദേവലോകത്തെ കൽപ്പവൃക്ഷത്തിന് സമാനമായിട്ടുള്ള കടമ്പിന്റെ ഒരു കാട്, കാന്താര എന്ന് പറഞ്ഞ, കാന്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം. അപ്പോ കടമ്പിന്റെ ഒരു കാട്, അവിടെ വസിക്കാൻ ഇഷ്ടമുള്ളവളെ കാന്താരവാസപ്രിയേ, ദേവിക്ക് അവിടെ വസിക്കുന്നതാണ് പ്രിയകരം. കൃത്തിവാസപ്രിയേ. അപ്പോ ഹസ്തേ നമസ്തേ എന്ന് ഇന്നലെ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞ്, മിനിഞ്ഞാന്ന് ഞാൻ ധ്യാന ശ്ലോകം എടുത്ത സമയത്ത് ഹസ്തേ പുഷ്പബാണ ഹസ്തേ നമസ്തേ എന്ന് വന്നിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊരു ക്ലൂ ആണ്. ഇനി വരാനിരിക്കുന്ന ദണ്ഡകത്തിലെ വരികളുടെ ഒരു റൈമിങ് ഇവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കാദംബ കാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ. കൃത്തിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. കൃത്തിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോല്, മൃഗത്തോല് ധരിക്കുന്നവൻ എന്നാണ്. അപ്പൊ ശിവൻ, നമ്മൾ ഈ ജയ്ഹനുമാനും പഴയ ഓം നമഃ ശിവായ സീരിയലൊക്കെ കണ്ട ജനറേഷന് ശിവൻ പുലിത്തോലാണ് ധരിക്കുന്നത് എന്നാണ് ധാരണ. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രകാരം ശിവൻ ഇരിക്കുന്നതാണ് പുലിത്തോലിൽ, ധരിക്കുന്നത് ആനത്തോലാണ്. രക്തമിറ്റ് വീഴുന്ന ആനത്തോലാണ് ശിവന്റെ ഉടയാട എന്നാണ് പറയാം. അപ്പോ ഗജസംഹാരമൂർത്തി എന്നൊരു രൂപമുണ്ട് ശിവന്. ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രൂപമാണത്. ഞാനിപ്പോ അടുത്ത് കണ്ടിട്ടുള്ളത് കോയമ്പത്തൂർ അടുത്ത് പേരൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. പേരൂരിൽ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു തൂണില് ഈ ഗജസംഹാരമൂർത്തിയെ കൊത്തിവെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. അവരത് മുകളിൽ വരച്ചും വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു മണ്ഡപത്തിന്റെ മുകൾ ഭാഗത്ത് അത് വരച്ചും വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോ ശിവപുരാണത്തിൽ പറയുന്ന ഒരു അസുരനെ കൊന്നിട്ട് ആ തോൽ, ആനയുടെ തോൽ അതുപോലെ തന്നെ എടുത്ത് ശിവൻ പുതച്ചു എന്നാണ്. അപ്പൊ ആ ശില്പം കാണാൻ നല്ല ഭംഗിയാണത്. ആനയുടെ തോല്, കാലും തുമ്പിക്കൈയും ഒക്കെ നമുക്ക് കാണാം. അതിനുള്ളിൽ ശിവൻ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു രൂപമുണ്ട്, ഗജസംഹാരമൂർത്തി. അപ്പൊ ശിവന്റെ വസ്ത്രം എന്ന് പറയുന്നത് ആനത്തോലാണ്, ആനത്തോൽ പുതച്ചവനാണ് എന്നാണ് പറയുന്നത്. കൃത്തിവാസപ്രിയേ, ശിവന് പ്രിയങ്കരിയായവളെ. സർവലോകപ്രിയേ, മുഴുവൻ ലോകത്തിനും പ്രിയപ്പെട്ടവളെ. അപ്പൊ ഇവിടെയൊക്കെ അഭിസംബോധനയാണ്. അമ്മ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയുള്ള അമ്മയാണ് എന്ന് പറഞ്ഞതാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. സാദരാരബ്ധ സംഗീത സംഭാവനാ സംഭ്രമാലോല നീപസ്രഗാബദ്ധ ചൂളീസനാഥ ത്രികേ സാനുമത് പുത്രികേ. അപ്പൊ സാനുമത് പുത്രികയ്ക്ക് മുൻപ് മാത്രമേ ഇത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പൊ അതുവരെ ഒറ്റ വരിയാണ്. സാദരാരബ്ധ സംഗീത സംഭാവന, ദേവി അത്യധികം ആദരവോടുകൂടി, ആദരവോടുകൂടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധയോടുകൂടി എന്നാണ്. അപ്പൊ ആദരവിനൊപ്പം വരുന്നതാണ് ശ്രദ്ധ. അപ്പൊ നമ്മൾ പറഞ്ഞു ദേവി ഒരു വീണ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വീണ വായിച്ച് പാട്ടും പാടുന്നുണ്ട് ദേവി. അപ്പൊ അത്യധികം ആദരവോടുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രഗാബദ്ധ ചൂളീസനാഥ ത്രികെ എന്നാണ്.
അപ്പൊ ദേവി ഇങ്ങനെ വീണ മീട്ടി പാട്ട് പാടുന്ന സമയത്ത് ദേവിയുടെ നീപസ്രകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലയാണ്. നീപം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കദംബമാണ്. കടമ്പിന്റെ പൂക്കുലയെ ദേവി ഒരു മാലയാക്കി അണിഞ്ഞിട്ടുണ്ട്. നീപസ്രക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പിന്റെ മാലയാണ്. അത് ദേവിയുടെ ചുളി എന്ന് പറഞ്ഞാൽ മുടിയാണ്. അപ്പോൾ മുടിയിൽ ദേവി കടമ്പിന്റെ പൂക്കുല കൊണ്ടുണ്ടാക്കിയ മാലയെ അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേവി അത്യധികം ശ്രദ്ധയോടുകൂടി തന്റെ സംഗീതത്തെ വാദനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആലപിക്കുന്ന സമയത്ത് ഈ കദംബിന്റെ പൂക്കുല ചൂടിയ ദേവിയുടെ ആ മുടി ചുളി സനാഥ തൃഗത്തെ സനാഥം ആക്കുന്നു എന്നാണ്. അപ്പൊ തൃഗം, നമ്മുടെ ഒരുപാട് കാശ്മീര ശൈവ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് തൃഗം എന്ന് പറയുമ്പോൾ തൃഗദർശനവും പരാപരയൊക്കെയാണ് ഓർമ്മ വരിക. അപ്പൊ ഇവിടെ തൃഗം എന്ന് കാളിദാസൻ ഉദ്ദേശിച്ചത് ദേവിയുടെ അരക്കെട്ടിനെയാണ്, നിതംബ പ്രദേശത്തെയാണ്. അപ്പൊ നിതംബ പ്രദേശം എങ്ങനെയാണ് തൃഗമാവുന്നത്? തൃഗം 3ന്റെ ബന്ധമാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? കാശ്മീര ശൈവത്തിൽ നമ്മൾ പറയുന്ന തൃഗം എന്ന് പറയുന്നത് മുക്കൂട്ട് ബന്ധമാണ്. പരാപര അല്ലെങ്കിൽ സബ്ജക്ട് ഒബ്ജക്ട് നോളജ് എന്ന് പറയുന്ന ആ 3 കാര്യങ്ങളാണ് തൃഗം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അരക്കെട്ട് എങ്ങനെയാണ് തൃഗമാവുന്നത്? ഉടലിന്റെ മുകൾ ഭാഗവും 2 കാലുകളും കൂടിച്ചേരുന്ന സ്ഥലമാണ് അരക്കെട്ട്. അങ്ങനെയാണ് ആ 3ഉം കൂടിച്ചേരുന്ന ഇടമായതുകൊണ്ടാണ് അരക്കെട്ടിനെ തൃഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ തൃഗവും നേരിട്ട് കാശ്മീര ശൈവത്തിൽ പോയിട്ട് കണക്ട് ചെയ്യണ്ട. അപ്പോ തൃഗത്തെ, ദേവിയുടെ അരക്കെട്ടിനെ ഈ ചൂളി, അതായത് ദേവിയുടെ ആ മുടി സനാഥമാക്കുന്നു. അതായത് അനാഥമാക്കാതെ അവിടെ അരക്കെട്ട് വരെ നീണ്ടു നിൽക്കുന്ന മുടിയുണ്ട് എന്ന് പറയുന്നതാണ്. എങ്ങനെയുള്ള മുടിയാണ് അത്? ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കടമ്പിന്റെ പൂക്കുല കൊണ്ടുള്ള മാലയെ കൊരുത്തിട്ടുണ്ട്. അപ്പൊ സംഗീതത്തിനൊപ്പം ദേവിയുടെ മുടി നൃത്തം ചെയ്യുന്നത് പോലെ അരക്കെട്ട് വരെ നീണ്ടു കിടന്ന് അത് ചലിക്കുന്നതിനെയാണ് കാളിദാസൻ പറയുന്നത്. അപ്പൊ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും കാണാം എത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് കാളിദാസൻ എടുത്ത് പറയുന്നത് എന്ന് കാണാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ശേഖരീഭൂത ശീതാംശുരേഖ മയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ. ഞാനൊരു വാക്ക് അവിടെ വിട്ടിട്ടുണ്ട്, സാനുമത് പുത്രിക. സാനുമത് പുത്രിക എന്ന് പറഞ്ഞാൽ ഹിമവാന്റെ പുത്രി എന്നാണ്. സാനു എന്ന് പറഞ്ഞാൽ താഴ്വരയാണ്, സാനുമത് ആയിരിക്കുന്നത് ഹിമവാനാണ്. അപ്പോ ദേവിയെ നമ്മൾ മതംഗ മഹർഷിയുടെ പുത്രിയായിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഹിമവാന്റെ പുത്രിയായിട്ട് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ പരാശക്തിയെ തന്നെയാണ് പറയുന്നത്. അതായത് ശിവന്റെ പത്നിയായിരിക്കുന്ന ദേവിയുടെ 10 ഭാവങ്ങളിൽ ഒന്നാണ് മാതംഗി. മാതംഗി ഭാവത്തെയാണ് സ്തുതിക്കുന്നത് എങ്കിലും അതിന്റെ മൂലരൂപം ശിവശക്തികളിലെ ശക്തിയാണ്. അതുകൊണ്ട് ഹിമവാന്റെ പുത്രിയായവളെ എന്ന് വിളിക്കുന്നു. അപ്പോ കാളിദാസൻ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കാളിദാസന് ഈ ഹിമാലയത്തെയും സ്ത്രീ സൗന്ദര്യത്തെയും വർണ്ണിക്കാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഹിമാലയത്തെ അല്ലെങ്കിൽ ഹിമവാനെയൊക്കെ കാളിദാസൻ വർണ്ണിക്കുന്നത് ലോകത്തില്ലാത്ത ഉപമകൾ വെച്ചിട്ടാണ്. കുമാരസംഭവത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർണ്ണനയുണ്ട്. കുമാരസംഭവത്തിൽ പാർവതി ശിവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാം. അങ്ങനെ തളിരിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് തപസ്. അപ്പൊ അത്രയും കഠിനമായ തപസ് ആയ സമയത്ത് ഭക്ഷണത്തിനൊക്കെ വ്യവസ്ഥ വന്നു. തളിരിലകൾ മാത്രം ആഹരിച്ചുകൊണ്ട് പാർവതി കൃഷഗാത്രയായി പോയി, മെലിഞ്ഞ് ഉണങ്ങി ചെറിയ വണ്ണമൊക്കെ കുറഞ്ഞ ആളായിപ്പോയി പെട്ടെന്ന്. അങ്ങനെ തൻ്റെ മകളുടെ ഈ ശോഷിച്ച അവസ്ഥ കണ്ട് ഹിമവാൻ, അച്ഛന്റെ മനസ്സിളകി ആ ഹിമവാൻ വന്ന് തളർന്നു വീണ പാർവതിയെ വാരിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അത് കാളിദാസൻ വർണ്ണിച്ചത് ഇങ്ങനെയാണ്: ദേവേന്ദ്രന്റെ ആനയായ ഐരാവതം ഭൂമിയിലേക്ക് ഇറങ്ങി, മേഘങ്ങൾ വഴഞ്ഞ് മാറ്റി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു താമര തണ്ടോടുകൂടി പറിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് പോലെ എന്നാണ്. അപ്പൊ ഹിമവാൻ മഞ്ഞു മൂടിയ മലനിരകളാണ്. അപ്പൊ അതിന്റെ രാജാവാണ് ഹിമവാൻ. അപ്പൊ ആ ഹിമവാൻ ഐരാവതം പോലെ, വെളുത്ത ഐരാവതം പോലെ തന്നെ ആ മഞ്ഞുമല ഇറങ്ങി വന്ന് ഒരു താമര തണ്ടോടുകൂടി, അപ്പൊ പാർവതി താമരത്തണ്ട് പോലെ കൃഷയായി എന്ന് അവിടെ കാണാം. ആ ഒരു താമരയെ തണ്ടോടുകൂടി പറിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ ആ അച്ഛൻ വന്ന് പാർവതിയെ വാരിയെടുത്ത് കൊണ്ടുപോയി എന്ന് കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്. അത് നല്ല മനോഹരമായ വായിക്കേണ്ട ഒരു ഉപമയാണ്. അപ്പോ ഇവിടെ സാനുമത് പുത്രികയെ, ഹിമവാന്റെ പുത്രിയായവളെ എന്ന് വിളിക്കുന്നു. ശേഖരീഭൂത ശീതാംശുരേഖാമയൂഖ. ശിഖരത്തിൽ ദേവി
ശീതാംശു, ശീതാംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ഉഷ്ണാംശു സൂര്യനാണ്. ശീതാംശു അതായത് തണുപ്പുള്ള രശ്മികൾ പുറപ്പെടുവിക്കുന്നത് ചന്ദ്രനാണ്. അപ്പോ ദേവി ചന്ദ്രകലയെ അണിഞ്ഞിട്ടുണ്ട്. ചന്ദ്രകലാവതംസേ എന്ന് ധ്യാനത്തിൽ നമ്മൾ കണ്ടു. ശിഖരത്തിൽ ദേവി ചന്ദ്രനെ അണിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന രേഖാമയൂഖ, അതിന്റെ രശ്മികളുടെ ഒരു കൂട്ടം, ചന്ദ്രരശ്മികളുടെ ഒരു കൂട്ടം, അത് സുസ്നിഗ്ധ നീലാലക ശ്രേണി ശൃംഗാരിത. ആ ചന്ദ്രനിൽ നിന്ന് വരുന്ന, ദേവി അണിഞ്ഞിരിക്കുന്ന ചന്ദ്രനിൽ നിന്ന് വരുന്ന ആ പ്രഭ ദേവിയുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി, അപ്പൊ നീലാലകം എന്ന് വിളിക്കുന്നത് ആ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുറുനിരകളെ, ആ ചെറിയ മുടികൾ ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് ദേവിയുടെ. അപ്പൊ അതിനെ മനോഹരമായ ഒരു ഇതിന്റെ കാന്തി വന്ന് ആ മുടിയിൽ പതിക്കുന്നുണ്ട്. സ്നിഗ്ധമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദേവിയുടെ ആ കുറുനിരകളിൽ വന്ന് ഈ ചന്ദ്രന്റെ, ദേവി ചൂടിയിരിക്കുന്ന ചന്ദ്രന്റെ പ്രഭ വന്ന് പതിക്കുന്നുണ്ട്. അതിനാൽ ശൃംഗാരിതേ, അങ്ങനെ സുന്ദരിയായിട്ട് ശോഭിക്കുന്നവളെ, ലോകസംഭാവിതേ, ലോകം മുഴുവൻ മാനിക്കുന്നവളെ, ലോകം മുഴുവൻ ആരാധിക്കുന്നവളെ എന്ന് വിളിക്കുന്നു. അടുത്ത ഭാഗം കാമലീല ധനുസന്നിഭ ഭ്രൂലതാ പുഷ്പ സന്തോഹ സന്ദേഹ കൃല്ലോചനെ. ഇത് അവിടെ മുറിക്കാൻ പറ്റും, ഇത് അത്ര നീട്ടല്ല, ചെറുതാണ്. അപ്പോ കാമദേവന്റെ ലീലാധനുസ്, കാമദേവന്റെ കളിവില്ല്, സൗന്ദര്യലഹരിയൊക്കെ പറയുന്നത് കാമദേവന്റെ വില്ല് ഈ ഇതാണ്, പുഷ്പം കൊണ്ടുള്ള വില്ല് അല്ല, അല്ലെങ്കിൽ അതിന്റെ ഞാണ്, വണ്ടുകൾ ചേർന്ന ഞാണ് എന്നൊക്കെയാണ് പറയുക. അതായത് മനസ്സിനെ മയക്കുന്നതാണ് കാമദേവന്റെ കയ്യിലിരിക്കുന്നതെല്ലാം. ഇത് പോരാഞ്ഞിട്ട് പുഷ്പബാണങ്ങളുണ്ട്, വസന്തമാകുന്ന രഥത്തിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ഉപമകൾ കാമദേവനെ പറ്റി പറയാറുണ്ട്. അപ്പൊ കാമദേവന് സത്യത്തിൽ അനുഗ്രഹം കൊടുത്തത് തന്നെ, കാമദേവൻ ഇങ്ങനെ ആക്കിയത് പോലും ദേവിയാണ്. ശിവനാൽ ചുട്ടരിക്കപ്പെട്ട കാമദേവന് വീണ്ടും ജീവൻ കൊടുത്തത് കാമസഞ്ജീവൻ ഔഷധി എന്ന ദേവിയെ ലളിതാ സഹസ്രനാമത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും കാമദേവന് ജീവൻ കൊടുക്കുകയും രതീദേവിക്ക് മാത്രം കാണാൻ കഴിയുന്ന വിധത്തിലാവട്ടെ എന്ന് അനുഗ്രഹിച്ചു വിടാൻ കാരണവും ദേവിയാണ്. അതുകൊണ്ടാണ് അനങ്കൻ എന്ന് പേര്. ശരീരമില്ല, ശരീരം ശിവൻ കത്തിച്ചു കളഞ്ഞു. അപ്പൊ അനങ്കനായിട്ട് കാമദേവൻ ഇരിക്കാൻ കാരണം ദേവിയാണ്, ദേവി അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അപ്പോ കാമദേവന്റെ എല്ലാവരെയും മയക്കുന്ന ആ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ആ വില്ലാണ്. അപ്പൊ കാമന്റെ കളിവില്ല് പോലെ തോന്നിക്കുന്ന ആ ഭ്രൂലത, ദേവിയുടെ പുരികത്തെയാണ് പറയുന്നത്. അപ്പൊ പുരികത്തിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നടുക്കൊരു പിടിക്കാൻ പറ്റുന്ന പോലെയുള്ള ഭാഗം വീണ്ടും ആ വില്ലിന്റെ ഷേപ്പ്. അപ്പൊ കാമദേവന്റെ കളിവില്ല് എന്ന് തോന്നിപ്പിക്കുന്ന ആ ദേവിയുടെ പുരികക്കൊടി, അതിനെ വീണ്ടും ഒരു ലതയായിട്ട്, ഒരു വള്ളിയായിട്ട് ഉപമിക്കുകയാണ്. ആ വള്ളിയിൽ വിരിഞ്ഞ പുഷ്പങ്ങൾ, അതിൽ നിന്നും വിരിഞ്ഞു വരുന്ന പുഷ്പങ്ങളാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന പോലെയുള്ള കണ്ണുകളോട് കൂടിയവളെ. അപ്പൊ ആദ്യം കാമദേവന്റെ വില്ലായിട്ട് പറഞ്ഞു, ആ വില്ലായി പറഞ്ഞ അതേ പുരികക്കൊടിയെ ഒരു വള്ളിയായിട്ട്, ഒരു ലത ആയിട്ട് പറഞ്ഞിട്ട് ആ ലതയിൽ, ആ വള്ളിയിൽ ഉണ്ടാകുന്ന പുഷ്പങ്ങളാണോ, അപ്പൊ വിരിഞ്ഞു വരുന്ന പുഷ്പം പോലെയാണ് ദേവിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു. ഈ ഒരു വരി മാത്രം എഴുതിയാൽ നമുക്ക് ആ കണ്ണുകൾക്ക് ഒരു ഇതളിന്റെ സൗന്ദര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു വിരിഞ്ഞു വരുന്ന പൂ പോലെയാണ് ദേവിയുടെ കണ്ണുകൾ എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കണ്ണ് അതാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കണ്ണുകളോട് കൂടിയവളെ വാക് സുധാസേചനെ, വാക്ക് അമൃത് പോലെയുള്ള വാക്ക് കൊണ്ട് സേചനം ചെയ്യുന്നവളെ, സേചനം ചെയ്യാന്ന് പറഞ്ഞാൽ നനയ്ക്കുകയാണ്. അപ്പൊ മഴ പോലെ പൊഴിയുന്ന അമൃതാകുന്ന വാക്കുകൾ കൊണ്ട് നമ്മളെ നനയ്ക്കുകയാണ് ദേവി. ചാരു ഗോരോചനാപങ്ക കേളി ലലാമാഭിരാമേ സുരാമേ രമേ. വീണ്ടും റൈമിംഗ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് കളിക്കുകയാണ്. അപ്പൊ വാക്സുധ ദേവി പൊഴിക്കുന്നത് മാത്രമല്ല, കാളിദാസൻ ദേവിയെ സ്തുതിക്കുന്നതും ഒരു വാക്സുധ തന്നെയാണ്. അപ്പൊ ഇവിടെ മനോഹരമായിട്ടുള്ള ഗോരോചന കുറി ദേവി അണിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നെറ്റി കൊണ്ട് ശോഭിക്കുന്നവളെ, സുരാമേ എല്ലാവരെയും രമിപ്പിക്കുന്നവളെ, രമേ, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അപ്പോ ഒരേ ദേവിയിൽ തന്നെ കാളിദാസൻ ലക്ഷ്മിയെയും കാണുകയാണ്, സരസ്വതിയെയും കാണുകയാണ്, ശക്തിയെയും കാണുകയാണ്. അപ്പൊ ഇവിടെ ഗോരോചനം എന്ന് പറയുന്നത്, ഗോരോചനത്തിന്റെ ഇന്ന് ഗോരോചന പൊട്ട് കുറെ കിട്ടാനുണ്ട്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയ സമയത്ത് മനസ്സിലായത് ഗോരോചനം പശുവിന്റെയും കാളയുടെയും ഒക്കെ വയറ്റിൽ നിന്ന് കിട്ടുന്ന, അവര് മരിക്കുമ്പോൾ അവരുടെ വയറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കല്ലാണത്. അപ്പൊ നമ്മുടെ ഈ ബ്ലാഡർ സ്റ്റോൺ ഒക്കെ ഉണ്ടല്ലോ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒക്കെ പോലെ ദഹിക്കാത്ത ഭക്ഷണം, ഈ അങ്ങനെയുള്ള
ഭക്ഷണം ഈ കാളയുടെയും പശുവിന്റെയും ഒക്കെ വയറ്റിൽ കിടന്നിട്ട് അത് വർഷങ്ങളോളം കിടന്ന് പ്രോസസ്സായി കിട്ടുന്ന ഒരു കല്ല് പോലെയുള്ള ഒരു ഹാർഡ് മെറ്റീരിയൽ ആണ് ഈ ഗോരോചനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് അന്വേഷിച്ചു പോയപ്പോൾ കുറെ രസകരമായ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ ഇത് അരച്ചിട്ടാണ് ഗോരോചന പൊട്ട് തൊടുക, ഗോരോചനക്കുറി അണിയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അപ്പൊ പേര് സമാനമാണ്, ഗോരോചനം, ഗോയിൽ നിന്ന് വന്നതായതുകൊണ്ടായിരിക്കും അങ്ങനെ ഗോരോചനം എന്ന് പേര് വന്നിട്ടുണ്ടാവുക. ഇവിടെ തൃശ്ശൂർ ഒരാള് പണ്ട്, വളരെ പണ്ട് നടന്നൊരു കാര്യമാണ് ഇത്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരു കാളയെ നടക്കിയിരുത്തിയിരുന്നു. അപ്പൊ ഈ കാള വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് നടക്കിയിരുത്തപ്പെട്ടത് എന്നുണ്ടെങ്കിലും അത് ആ കോർപ്പറേഷൻ മുഴുവൻ നടന്നിട്ടാണ് ആഹാരം കഴിക്കുക. അങ്ങനെ എല്ലാ കടകളിലും കയറുന്നു, കോർപ്പറേഷനിൽ അവർ കൂട്ടിയിടുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അങ്ങനെയാണ് ആ കാള അതിന്റെ ആയുഷ്കാലം ചെലവഴിച്ചത്. ഈ കാള അതിന്റെ ജീവിതം അവസാനിച്ച സമയത്ത് ഇതിനെ ദഹിപ്പിച്ചപ്പോ ഇതിന്റെ വയറ്റിൽ നിന്ന് ഈ ഗോരോചനക്കല്ല് കിട്ടി, വലിയൊരു ഗോരോചനക്കല്ല് കിട്ടി. അപ്പൊ ഇത് നല്ല വില പിടിച്ചൊരു സാധനമാണെന്ന് മനസ്സിലായപ്പോ, വിലയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നല്ല വില പിടിച്ച സാധനമാണ് എന്ന് മനസ്സിലായ സമയത്ത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അത് ക്ഷേത്രത്തിന്റെയാണ്, കാരണം അത് അവിടെ നടക്കിയിരുത്തപ്പെട്ട കാളയാണല്ലോ, അപ്പൊ ഇത് ക്ഷേത്രത്തിന്റെ ആണെന്നും കോർപ്പറേഷൻ അല്ല, അത് ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നാണ്, അതുകൊണ്ട് അത് കോർപ്പറേഷന്റെ സ്വത്താണ് എന്നും ഉള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നൊരു കഥ കൂടി ഞാൻ ഇത് ഗോരോചനം എന്താണെന്ന് അന്വേഷിച്ച് നടന്നപ്പോ കേട്ടു. അപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റോറി എന്താണെന്ന് അറിയില്ല, ഇപ്പൊ അത് എവിടെ ഉണ്ട് എന്ന് അറിയില്ല. അപ്പൊ ആ കാള ജീവിച്ചിരുന്നപ്പോ ആർക്കും വലിയ വിലയൊന്നും ഉണ്ടായില്ല, മരിച്ചു കഴിഞ്ഞപ്പോ ആ ഗോരോചനത്തിന് വേണ്ടിയിട്ട് തർക്കമായി. അപ്പൊ അങ്ങനെ ഗോരോചനക്കുറി അണിഞ്ഞിരിക്കുന്നു ദേവി. അങ്ങനെയുള്ള നെറ്റിയാൽ, ദേവിയുടെ നെറ്റിത്തടത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ ഗോരോചനക്കുറി കൊണ്ട് ശോഭിക്കുന്നവളെ, ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്നവളെ, മനസ്സിനെ രമിപ്പിക്കുക, രാമൻ എന്നുള്ള പേരും അങ്ങനെയാണ്, രമിപ്പിക്കുക, സന്തോഷം നൽകുക എന്നുള്ള അർത്ഥത്തിലാണ്. രമേ, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അടുത്ത ഭാഗത്തേക്ക് പോവാം. പ്രോലസദ്വാലിക മൗക്തിക ശ്രേണിക ചന്ദ്രിക മണ്ഡലോദ്ഭാസി ലാവണ്യ ഗണ്ഡസ്ഥലന്യസ്ത കസ്തൂരികാ പത്രരേഖാ സമുദ്ഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃംഗാംഗനാഗീത സാന്ദ്രീ ഭവൻ മന്ത്ര തന്ത്രീസ്വരേ. ഇവിടെ മുറിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തന്ന നോട്ടില് 3 വരിയാണിത്. സുസ്വരേ, ഭാസ്വരേ, അത് 2 വാക്കുകളാണ്. ഞാൻ പ്രോലസദ് മുതൽ തന്ത്രീസ്വരേ വരെ ഒറ്റ വാക്കാണ്. അപ്പൊ സംസ്കൃതത്തിൽ എഴുതി കഴിഞ്ഞാൽ മുകളിൽ നമ്മളിങ്ങനെ വര ഇടുമല്ലോ, ആ വര ഇവിടെ വന്നേ അവസാനിക്കുള്ളൂ. അപ്പൊ സമാസം, സംസ്കൃതത്തിലെ സമാസങ്ങൾ അത്ര ടഫാണ്, അത്രയും മനോഹരമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു ഭാഷയിലും നമുക്ക് ഇങ്ങനെ ആ വാക്കുകളെ എടുത്ത് ചേർത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ ശ്യാമളാദണ്ഡകമൊക്കെ അന്വയം സമാസമൊക്കെ പിരിച്ച് എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയിട്ട് ഞാൻ പറയും എനിക്ക് PhD വേണമെന്ന് പറയും. കാരണം അതിനുള്ള വർക്ക് ഉണ്ട്. ഇതിന്റെ സമാസം പിരിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ വരി നല്ല രസമുള്ള ഒരു വരിയാണ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഞാനിത് ഇടയ്ക്ക് ആലോചിക്കും, കാളിദാസൻ എങ്ങനെയായിരിക്കും ഇത് ചൊല്ലിയിട്ടുണ്ടാവുക. ആ സിറ്റുവേഷൻ നേരിട്ട് കണ്ടുകൊണ്ട് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര മനോഹരമായിരിക്കും ആ സീൻ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പ്രോലസദ്വാലിക മൗക്തിക ശ്രേണിക, ദേവി സെക്കൻഡ് സ്റ്റെഡും തേർഡ് സ്റ്റെഡും ഒക്കെ അടിച്ചിട്ടുണ്ട്. ഒറ്റ കമ്മലൊന്നുമല്ല ദേവിക്ക്. ദേവി മുകളിലേക്ക് ഇങ്ങനെ ഒരു നിര തന്നെ ചെയ്ത് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രോലസത്, ലസതി എന്ന് വെച്ചാൽ മനോഹരമായിട്ട് ശോഭിക്കുന്ന, വാലിക ഇങ്ങനെയുള്ള കർണാഭരണങ്ങളുടെ ആ ശ്രേണി, അവിടെ മുത്താണത്, മൗക്തിക ശ്രേണിക, മുത്തുകൊണ്ടാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചന്ദ്രികാമണ്ഡലോദ്ഭാസി ലാവണ്യ, അതായത് ചന്ദ്രമണ്ഡലത്തിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ലളിതാ സഹസ്രനാമമോ ഇങ്ങനെ ദേവി വർണ്ണനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാണിക്യം കൊണ്ടുള്ള ആഭരണം ആണ്, അല്ലെങ്കിൽ പത്മരാഗം കൊണ്ടുള്ള ആഭരണം ആണെങ്കിൽ അതിനെ സൂര്യനായിട്ടും, മുത്തുകൊണ്ടുള്ള മൗക്തികമാണ് ആഭരണം എന്നുണ്ടെങ്കിൽ അതിനെ ചന്ദ്രനായിട്ടൊക്കെ ഉപമിച്ച് ഒരുപാട് കാണാം, ലളിതാ സഹസ്രനാമത്തിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ദേവിയുടെ ഈ കർണാഭരണത്തിന്റെ ആ ശ്രേണി ഒരു ചന്ദ്രമണ്ഡലം പോലെ ശോഭിക്കുന്നു. ലാവണ്യ ഗണ്ഡസ്ഥലന്യസ്ത കസ്തൂരികാ പത്രരേഖാ സമുദ്ഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃംഗാംഗനാഗീത സാന്ദ്രീഭവൻ മന്ത്ര തന്ത്രീസ്വരേ സുസ്വരേ ഭാസ്വരേ. അത് കഴിഞ്ഞ് ദേവിയുടെ ലാവണ്യം നിറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗണ്ഡസ്ഥലം, കവിളിണകൾ, അത് അവിടെ കസ്തൂരികാ പത്രരേഖ ഉണ്ട്. അതായത് ദേവി കസ്തൂരി അണിഞ്ഞിരിക്കുന്നു. അപ്പൊ കസ്തൂരി അണിയുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു പനയോലയോ അങ്ങനെയുള്ള കുറച്ച് ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു ഇലയെടുത്ത്
അത് കവിളിൽ ചേർത്ത് വെച്ചിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും, ചെറിയ പിൻ ഉപയോഗിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾ ഇടും. എന്നിട്ട് അത് കവിളിനോട് ചേർത്ത് വെച്ചിട്ട് കസ്തൂരിയിൽ മുക്കിയ ഒരു തുണിയോ മറ്റോ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പുന്ന ഒരു രീതിയുണ്ട്. അപ്പോ അത് ചുവന്നു വരുന്ന അതിനൊരു നിറവും ലഭിക്കുന്നു, അതിനൊരു മണവും ലഭിക്കുന്നു. കസ്തൂരി എന്ന് പറയുന്നത് മണമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പത്തിക്കീറ്റ് എന്ന് പറയാറുണ്ട്. പത്തിക്കീറ്റ് എന്നാണ് ഈ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ആ മെറ്റീരിയലിനെ പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ദേവിയുടെ ആ ഗണ്ഡസ്ഥലം അവിടെ നിന്ന് വരുന്ന ആ മനോഹരമായ സ്മെല്ല്, അത് സംഭ്രാന്ത ഭൃംഗാംഗന പെൺവണ്ടുകളെ ആകർഷിക്കുകയാണ്. ദേവിയുടെ ഗണ്ഡസ്ഥലത്ത് നിന്ന് വരുന്ന ആ സ്മെല്ല്, മനോഹരമായിട്ടുള്ള കസ്തൂരിയുടെ ആ സ്മെല്ല് പെൺവണ്ടുകളെ ആകർഷിക്കുന്നു. അത് ദേവി മീട്ടുന്ന ആ വീണയുടെ വീണയുടെ ശബ്ദത്തിനൊപ്പം ഈ പെൺവണ്ടുകളുടെ ആ മുരൾച്ചയും കൂടി ചേർന്ന്, അപ്പോൾ ഒരേ ശ്രുതിയിലാണ് ഈ പെൺവണ്ടുകൾ മുരളുന്ന അതേ ശ്രുതിക്കനുസരിച്ചിട്ട് തന്നെയാണ് ദേവി വായിക്കുന്നത്. എല്ലാം ഒരു ഹാർമണിയിൽ പോവുകയാണ്. അപ്പൊ ഒരു സംഗീത കച്ചേരിയൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം എല്ലാം ഒരേ ശ്രുതിയിലായിരിക്കും. മൃദംഗവും വയലിനും പാടുന്ന ആളും ഒക്കെ ഒരേ ശ്രുതിയിലാണ് പാടുക. അപ്പോഴേ അത് കാതിന് ഇമ്പമേകുന്ന സംഗീതമായിട്ട് വരുള്ളൂ. അപ്പൊ ഈ ദേവിയുടെ ഈ സൗരഭ്യം കേട്ട് സൗരഭ്യം അറിഞ്ഞു വന്ന പെൺവണ്ടുകളുടെ മുരൾച്ചയ്ക്ക് സമാന ശ്രുതിയിൽ ദേവി വീണ മീട്ടുന്നുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് സുസ്വരെ മനോഹരമായ സ്വരം പൊഴിക്കുന്നു. അങ്ങനെ പൊഴിക്കുന്നവളെ ഭാസ്വരെ പ്രകാശം, ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, പ്രകാശം ചൊരിയുന്നവളെ എന്ന് വിളിക്കുന്നു. അപ്പൊ അതിത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു വരിയാണ്. വല്ലകീവാദന പ്രക്രിയാലോല താളീതലാബദ്ധ താടങ്ക ഭൂഷാവിശേഷാന്വിതേ സിദ്ധസമ്മാനിതേ. വല്ലകി എന്ന് പറഞ്ഞാൽ വീണയാണ്. അപ്പോ ദേവി വീണ വായിക്കുന്നതിനൊപ്പം തല ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. തല ആട്ടിക്കൊണ്ടാണ് ദേവി വീണ വായിക്കുന്നത്. സ്വന്തം സംഗീതത്തെ ദേവി തന്നെ ആസ്വദിച്ചിട്ടാണ് പൊഴിക്കുന്നത്. അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ താളീതലാബദ്ധ താടങ്ക വിശേഷാന്വിതേ, ദേവി പനയോല കൊണ്ടുള്ള താടങ്ക അണിഞ്ഞിട്ടുണ്ട്. കമ്മൽ, ദേവിയുടെ കമ്മൽ പനയോല കൊണ്ടാണ് എന്നാണ് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പനയോല കമ്മൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പനയോല കൊണ്ടുള്ള ദേവിയുടെ ആ കമ്മല് ദേവി സംഗീതത്തിനൊപ്പം ഇങ്ങനെ ശിരസ് ആട്ടിക്കൊണ്ട്, തല ആട്ടിക്കൊണ്ട് അത് വായിക്കുന്ന സമയത്ത് ആ താടങ്കകൾ ഇങ്ങനെ ആ ആഭൂഷ കൊണ്ട്, ആ ആഭരണം കൊണ്ട്, വിശേഷപ്പെട്ട ആ ആഭരണം അണിഞ്ഞിരിക്കുന്നവളെ സിദ്ധസമ്മാനിതേ, സിദ്ധന്മാരാൽ ആരാധിക്കപ്പെടുന്നവളെ. മാതംഗി ദേവിയെ ഒരു സിദ്ധവിദ്യയായിട്ടാണ് പറയാം. സിദ്ധ ട്രഡീഷനിലുള്ള ആൾക്കാർ ഒരുപാട് ആരാധിച്ചിരുന്ന, അവരുടെ ഒരു പ്രധാന ഉപാസനാ ദേവതയായി ഒരുപാട് അങ്ങനെയുള്ള ദേവതകളുണ്ട്. ബാല തുടങ്ങിയ ദേവതകളൊക്കെ സിദ്ധ ആരാധന ഏറ്റുവാങ്ങിയിട്ടുള്ള ദേവതകളാണ്. അപ്പൊ അങ്ങനെയുള്ള സിദ്ധസമ്മാനിതേ, സിദ്ധന്മാരാൽ ആരാധിക്കപ്പെട്ടവളെ എന്നാണ്. അപ്പൊ ദേവിയുടെ താടങ്കാവിശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്. അവിടെ മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിക്കാം. ദേവിയുടെ താടങ്കയ്ക്കുള്ള ഒരു പ്രത്യേകത, ദേവി കാതിൽ അണിഞ്ഞിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെ വീണ്ടും പറയുന്നുണ്ട്. ദിവ്യഹാല മതോദ്വേല ഹേല ലസചക്ഷുരാന്തോലന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപ്പലേ. അവിടെ മുറിക്കാം. അപ്പൊ ദേവി കാദംബരി കുടിച്ചിട്ടുണ്ട്. കാദംബരി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കദംബ വനത്തിൽ ദേവി വസിക്കുന്ന സമയത്ത് ഈ കടമ്പിന്റെ പൂക്കുല കൊണ്ടുണ്ടാക്കിയ മദ്യം, അതാണ് കാദംബരി. കദംബത്തിന്റെ മദ്യമാണ് കാദംബരി. അപ്പൊ ദേവി ഈ കാദംബരി കുടിച്ചിട്ട് ആ മതോന്മത്തയായിട്ടിരിക്കുന്നതാണ്. മദാലസ എന്ന് ധ്യാനത്തിൽ പറയുന്നുണ്ട് ദേവിയെ. അപ്പൊ ദേവി ഈ മതത്തിലിരിക്കുന്നു. അപ്പൊ ഇതിന്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അമൃതസ്രാവത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അമൃതസ്രാവത്തിന്റെ മതമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പിനാക ഗ്രന്ഥിയിൽ നിന്നൊരു സിക്രീഷൻ വരും എന്നാണ്. അപ്പൊ ഓരോ ഗ്രന്ഥിക്കും ഓരോ സിക്രീഷൻസ് ഉണ്ട്. അപ്പൊ പിനാക ഗ്രന്ഥിയുടെ സിക്രീഷനായ അമൃത്, അതിന് ഭയങ്കര കിക്കാണെന്നാ പറയാ. വലിയ കിക്കാണ്. ലോകത്തുള്ള എല്ലാ ലഹരിക്കും അതീതമായിട്ടുള്ള ഒരു കിക്കാണ് അതിന് എന്ന് പറയാം. അപ്പൊ യോഗികളൊക്കെ സദാ ഇത് നുകർന്നു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇറ്റ് നുകരാൻ വേണ്ടി സാധന ചെയ്യുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് കാലത്തെ അതിവർത്തിക്കാൻ സാധിക്കും. ടൈം മനസ്സിലാവില്ല. ഇത് ഒരു തരി ഉള്ളിൽ ചെന്ന് വയറ്റിൽ വീണ് ഇതിന്റെ കിക്ക് അനുഭവിച്ചാൽ സമയമില്ലാതെയാകും എന്നാണ്. അപ്പൊ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരു അല്പനേരം എന്നൊക്കെ ശ്രീനാരായണ ഗുരു ചൊല്ലിയത് ഈ അമൃതസ്രാവത്തെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ അതിന്റെ മറ്റൊരു വേർഷൻ, ഇപ്പൊ കൗളം മാർഗമൊക്കെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് മദ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ റിയൽ മദ്യം തന്നെയാണ്. അതിന്റെ ഇന്റേണൽ സാധന,
സമയാചാര രീതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത് ഇന്റേണൽ ആവും, കംപ്ലീറ്റ്ലി ഇന്റേണൽ പ്രോസസ്സായി മാറുന്നു. അപ്പൊ അത് അമൃതിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ദേവി ദിവ്യമായിട്ടുള്ള മദ്യത്തെ പാനം ചെയ്ത് മതോന്മത്തയായിരിക്കുന്നതാണ്. അങ്ങനെ ഉന്മത്തയായിരിക്കുന്ന ദേവിയുടെ ആ കണ്ണുകൾ കൃഷ്ണമണി ആടുന്നുണ്ട്, ഫ്ലോട്ടിംഗ് ആണ്. ദേവിയുടെ ആ കൃഷ്ണമണി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ആന്തോളനം ചെയ്യുന്നു എന്നാണ്. ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലെ, ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നത് പോലെയുള്ള, അതായത് ലക്ഷ്മി ദേവി ദേവിയുടെ കർണങ്ങളായി തീർന്നോ എന്ന് തോന്നുന്ന പോലെയുള്ള ദേവിയുടെ ആ കാതുകൾ നീലോൽപ്പല സമാനമാണ്. നീലത്താമരയ്ക്ക് സമാനമായിട്ടുള്ള കാതുകളെയാണ് പറയുന്നത്. ശ്യാമളെ, അവിടെ പേര് ചൊല്ലി വിളിക്കുകയാണ്, കറുത്ത നിറമുള്ളവളെ ശ്യാമളെ. പൂരിതാശേഷ ലോകാഭിവാഞ്ചാഫലെ ശ്രീഫലെ, ലോകത്തിന്റെ മുഴുവൻ അഭിലാഷങ്ങളെയും അഭിവാഞ്ചകളെയും സാധിപ്പിച്ചു കൊടുക്കുന്നവളെ. ശ്രീഫലെ, ഐശ്വര്യത്തെ ഫലമായിട്ട് നൽകുക. ശ്രീ എന്നുള്ള വാക്കിന് അർത്ഥം ഐശ്വര്യം എന്നാണ്. ലക്ഷ്മി ബീജമാണ് ശ്രീം എന്നുള്ളത്. അപ്പൊ ശ്രീഫലെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ തരുന്നവളെ എന്നാണ്. ലക്ഷ്മിയെ തന്നെ തരികയാണ്. ലക്ഷ്മി തരുന്നവളെ എന്നല്ല പറയുന്നത്. ലക്ഷ്മി തരുന്ന ധനത്തെ തരുന്നവളെ എന്നല്ല ഇവിടെ പറഞ്ഞത്. ശ്രീഫലെ, ലക്ഷ്മിയെ തന്നെ, ഐശ്വര്യത്തെ തന്നെ നൽകുന്നവളെ എന്നാണ്. സ്വേദ ബിന്ദു ലസത് ഭാല ലാവണ്യ നിഷ്യന്ത സന്തോഹ സന്ദേഹ കൃന്നാസികാ മൗക്തികേ. ഇത് മനോഹരമായ ഒരു ഉപമയാണ്. ദേവിയുടെ നെറ്റിത്തടത്തിലെ വിയർപ്പ് തുള്ളികൾ സ്വേദബിന്ദു. അപ്പൊ ദേവിയുടെ നെറ്റിയിൽ ചെറിയ വിയർപ്പ് തുള്ളികളുണ്ട് എന്നാണ്. അതെല്ലാം കൂടി ചേർന്ന് താഴേക്ക് ഒഴുകി വന്ന് മനോഹരമായിട്ട് അത് ദേവിയുടെ മൂക്കുത്തിയായി തീർന്നോ എന്നാണ്. അപ്പൊ ദേവിയുടെ മൂക്കുത്തിയെ ഇങ്ങനെ പറയാണ്. ദേവിയുടെ മൂക്കുത്തി കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്ദേഹം എന്താണ്? ദേവിയുടെ ആ നെറ്റിത്തടത്തിൽ നിന്നുള്ള ആ വിയർപ്പ് തുള്ളികളെല്ലാം കൂടി ചേർന്ന് ഒരു ഒറ്റ ബിന്ദുവായിട്ട്, ഒരൊറ്റ ഒഴുക്കായി താഴേക്ക് ഒഴുകി വന്ന് ദേവിയുടെ മൂക്കുത്തി, മൗക്തികം, മുത്തുപതിച്ച ആ മൂക്കുത്തിയായി തീർന്നോ എന്ന് സംശയം തോന്നുന്നു. അത്ര മനോഹരമായിട്ടുള്ള ആ മൂക്കുത്തിയെയാണ് അവിടെ പറയുന്നത്. മൗക്തികെ സർവവിശ്വാത്മികെ, എല്ലാ മുഴുവൻ വിശ്വത്തിന്റെയും രൂപമാർന്നവളെ. വിശ്വാത്മികെ, ലളിതാ സഹസ്രനാമം നോക്കിയാൽ വിശ്വപ്രിയ, വിശ്വരൂപ, വിശ്വഭ്രമണകാരിണി എന്ന് കാണാം. പലരും ചൊല്ലിയ വിപ്രപ്രിയ എന്നാണ്. അത് ഇപ്പോഴോ വന്നു ചേർന്ന ഒരു കറക്ഷൻ ആയിരിക്കണം. അപ്പോൾ വിശ്വപ്രിയ, വിശ്വരൂപ, വിശ്വഭ്രമണകാരിണി, അതാ അതിന് ശേഷം വരുന്ന വാക്കുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ വിശ്വരൂപ എന്ന് ദേവിയെ വിളിക്കുന്നുണ്ട്. വിശ്വത്തിന്റെ മുഴുവൻ രൂപമാർന്നവളെ, അഥവാ ദേവി തന്നെയാണ് വിശ്വമായിട്ട് പരിണമിച്ചത് എന്ന് പറയാം. ശൈവ ദൃഷ്ടിയിൽ ശിവനാണ് വിശ്വമായിട്ട്, പ്രപഞ്ചമായിട്ട് മാറിയത്. ശാക്ത ദൃഷ്ടിയിൽ ദേവി തന്നെയാണ് പ്രപഞ്ചമായിട്ട് മാറിയത്. അതുകൊണ്ട് സർവ വിശ്വാത്മികയെ, മുഴുവൻ വിശ്വത്തിന്റെയും രൂപമാർന്നവളെ. സർവസിദ്ധ്യാത്മികയെ, എല്ലാ സിദ്ധികളെയും തന്നിൽ അടക്കിയവളെ. മാതംഗി പദ്ധതി, മാതംഗി വിദ്യ ഒരു സിദ്ധവിദ്യയാണ് എന്ന് പറയുന്നതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഇത് ഒരുപാട് സിദ്ധികളെ നൽകുന്ന ഒരു വിദ്യ കൂടിയാണ്. അപ്പോ സത്യത്തിൽ അത് അപകടകരമായൊരു പാതയാണ്. സിദ്ധി എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു എക്സ്പാൻഷനാണ്. നമ്മുടെ സെൻസറി ഓർഗൻസിന്റെ ഇന്ദ്രിയങ്ങളുടെ ഒരു എക്സ്പാൻഡഡ് അവസ്ഥയാണ് സിദ്ധി. എല്ലാമല്ല, മിക്കവാറും സിദ്ധികളൊക്കെ ഇങ്ങനെയാണെന്ന് കാണാം. ഇപ്പൊ നമുക്ക് സാധാരണ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തെ കേൾക്കുക, സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെ കാണുക. വോയിസ് സ്റ്റക്കായോ? ക്ലിയർ ആവുന്നോ? അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ആവുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ മാതംഗി സാധന പലപ്പോഴും ഒരു സിദ്ധികളെ പ്രദാനം ചെയ്യുന്ന ഒരു വിദ്യയാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്കുള്ള ഈ അവയവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ത്വക്ക്, മൂക്ക്, നാക്ക്, ചെവി, കണ്ണ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്കില്ലാത്ത പ്രശ്നങ്ങളില്ല. എല്ലാ കുഴപ്പത്തിലും നമ്മൾ പോയി ചാടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പരിധി എക്സ്റ്റെൻഡ് ആയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പോ കേൾക്കുന്ന ശബ്ദത്തിനേക്കാൾ കൂടിയ ഫ്രീക്വൻസിയിലുള്ള ശബ്ദവും കൂടി കേട്ട് തുടങ്ങിയാൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ കിട്ടാൻ തുടങ്ങിയതാണ്. ഇപ്പൊ കാണാവുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ണുകൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് എന്നാണ്. അപ്പൊ അത്രയും ഒരു അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നത് കൂടി ഒരു വിഷയമാണ് സാധകൻ. അപ്പോൾ മനസ്സിന് അത്രയും ഒരു ബലം വന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിദ്ധിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഒരു ബോർഡും വെച്ച് മാജിക് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിദ്ധി പ്രകടിപ്പിക്കുന്ന, ടിക്കറ്റ് വെച്ച് സിദ്ധിയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോ ഒക്കെ തുടങ്ങിയ ആൾക്കാർ ആ വഴിക്ക് പോകും.
അപ്പോ മാതംഗി പദ്ധതി അപകടകരമായ ഒരു വിദ്യയാണെന്ന് പറയാൻ കാരണം ഇതാണ്. സിദ്ധി ലഭിക്കുമ്പോൾ മനസ്സിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു പാകം വന്നിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ അത് എല്ലാ സിദ്ധികളും അപകടമാണ്. അപ്പൊ സർവസിദ്ധികളുടെയും ഇരിപ്പിടമായവളെ, അതാണ് സർവസിദ്ധ്യാത്മികെ, കാളികെ, കാളിമയാർന്നവളെ, കറുത്ത നിറമുള്ളവളെ. ഒരേ സമയത്ത് കാളിദാസൻ മാതംഗിയായിട്ട് കാണുന്നു, മതംഗതനയായിട്ട് കാണുന്നു, ശിവന്റെ പത്നിയായ ശക്തി രൂപത്തിൽ കാണുന്നു, പരാശക്തിയായിട്ട് കാണുന്നു, പ്രപഞ്ചമായി പരിണമിച്ച സർവവിശ്വാത്മികയായിട്ട് കാണുന്നു, സൃഷ്ടിയെ സ്വീകരിക്കുന്ന ആ ശിവനിൽ നിന്ന് പ്രപഞ്ചമാകുന്ന ഗർഭത്തെ സ്വീകരിക്കുന്ന കാളിയായിട്ട് കാണുന്നു. ഇങ്ങനെ കാളിദാസന്റെ മുന്നിൽ ദേവി സർവഭാവങ്ങളിലും വന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. അടുത്ത ഭാഗത്തേക്ക് പോവാം. മുഗ്ധ മന്ദസ്മിതോദാര വക്ത്ര സ്ഫുരത് പൂഗതാംബൂല കർപ്പൂര ഖണ്ഡോത്കരെ ജ്ഞാനമുദ്രാകരെ സർവസമ്പത്കരെ പത്മഭാസ്വത്കരെ ശ്രീകരെ. ആ റൈമിങ് നോക്കൂ, എല്ലാ വാക്കിന്റെ അവസാനമുള്ള ആ റൈമിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മുഗ്ധമായ മന്ദസ്മിതം, ദേവിയുടെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി ദേവി പൊഴിക്കുന്നുണ്ട്. ആ പൊഴിക്കുന്ന ആ വായിൽ പൂക താമ്പൂല കർപ്പൂര ഖണ്ഡോത്കരെ, പൂകം അടക്കയാണ്, അത് കർപ്പൂരം. കർപ്പൂരം ഇന്ന് കാണുന്ന നമുക്ക് കിട്ടുന്ന നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമല്ല, അതൊരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ മുറുക്കുന്ന സമയത്ത് ആരും കർപ്പൂരമാണെന്ന് വിചാരിച്ചിട്ട് അത് കൂട്ടി മുറുക്കരുത്. അത് പെട്രോളിയം പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും പാറ്റ ഗുളികയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാറ്റ ഗുളികയുടെ പോലെ സമാനമായിട്ടുള്ള നാഫ്തലീൻ പോലെ സമാനമായിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന ക്യാൻസർ. ഒരു പെട്രോളിയം പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആരും അത് വെച്ചിട്ട് മുറുക്കരുത്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കർപ്പൂരം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചപ്പോ മുറുക്കുന്നത് ഒരു മൗത്ത് ഫ്രഷ്നർ പോലെയാണ് മുറുക്കുക. അപ്പൊ ദേവി ഈ അടക്കയും താമ്പൂലം വെറ്റിലയും ഒക്കെ ചേർത്ത് കർപ്പൂരവും ചേർത്തിട്ട് ദേവി ഇങ്ങനെ താമ്പൂലം ചവയ്ക്കുന്നുണ്ട്. അപ്പൊ മനോഹരമായ പുഞ്ചിരി പൊഴിക്കുന്ന വായിൽ ഈ കർപ്പൂരം, താമ്പൂലം, പൂകം തുടങ്ങിയവ നിറഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ കർപ്പൂര വീടിക ചവയ്ക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർപ്പൂര വീടിക ഒരുപാട് മൗത്ത് ഫ്രഷ്നേഴ്സിന്റെ നല്ല സ്മെല്ലുള്ള നല്ല ടേസ്റ്റുള്ള കുറെ സാധനങ്ങളുടെ ഒരു മിക്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളത് ദേവി സദാ ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മണം കൊണ്ട് വണ്ടുകൾ ആകർഷിക്കപ്പെടുന്നതായിട്ടൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ താമ്പൂലം ചവയ്ക്കുന്നവളെ, ജ്ഞാനമുദ്രാകരെ, ജ്ഞാനമുദ്രയെ പ്രദർശിപ്പിക്കുന്നവളെ. ജ്ഞാനമുദ്ര നമ്മുടെ ചിന്മുദ്ര തന്നെയാണ്. അപ്പോൾ നിലയ്ക്കാത്ത ജ്ഞാനത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, അഭേദമായ അറിവിനെ പ്രദാനം ചെയ്തുകൊണ്ട് ചിന്മുദ്രയെ കാണിച്ച് ഇരിക്കുന്നവളെ എന്നാണ്. സർവസമ്പത്കരെ, എല്ലാ സമ്പത്തുകളും പ്രദാനം ചെയ്യുന്നവളെ. അപ്പോ നേരത്തെ ലക്ഷ്മിയെ തരുന്നവളെ എന്ന് പറഞ്ഞതിന് സമാനമായി സർവസമ്പത്തുക്കളും നൽകുന്നവളെ. പത്മഭാസത്കരെ ശ്രീകരെ, കയ്യില് പ്രകാശം പൊഴിക്കുന്ന പത്മങ്ങൾ, നല്ല തിളക്കമാർന്ന പ്രകാശം വഴിയുന്ന ദിവ്യപ്രഭയോടുകൂടിയ പത്മത്തെ, താമരയെ ധരിച്ചിരിക്കുന്നവളെ. ശ്രീകരെ, ശ്രീ ചെയ്യുന്നവൾ, ഐശ്വര്യത്തെ ചെയ്യുന്നവളെ. ശ്രീകരെ എന്ന് വെച്ചാൽ ഐശ്വര്യം ദാനമായിട്ട് തരിക, ഐശ്വര്യം നിറഞ്ഞ കാര്യം പ്രവർത്തിക്കുക, കല്യാണം പ്രവർത്തിക്കുക, ശുഭമായത് പ്രവർത്തിക്കുക എന്നാണ് ശ്രീകരെ. കുന്ദ, ഇനി പല്ലുകളെ കുറിച്ച് പറയുന്നത്. കുന്ദ പുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി. ഇപ്പോ കുന്ദപുഷ്പം എന്ന് പറഞ്ഞാൽ മുല്ലമൊട്ടുകളാണ്. മുല്ലമൊട്ടുകൾക്ക് തുല്യമായിട്ടുള്ള ശോഭയോട് കൂടിയിട്ട് ദേവിയുടെ മനോഹരമായിട്ടുള്ള ദന്താവലി, പല്ലുകളുടെ നിര. നിർമ്മലാലോല കല്ലോല സമ്മേളന സ്മേര ശോണാധരെ ചാരുവീണാധരെ പക്വബിംബാധരെ. ആ ദേവിയുടെ ആ മുല്ലമൊട്ട് പോലെയുള്ള പല്ലുകളുടെ ആ നിര, അതൊരു തിരമാല പോലെ, ആ പല്ലുകളുടെ ആ നിര ഒരു തിരമാല പോലെ ഒഴുകും. അതിനോട് ചേർന്ന് ഒഴുകുന്ന ദേവിയുടെ ആ ചിരി, നിർമ്മലമായിട്ടുള്ള ആ പല്ലുകളുടെ ആ ദന്തനിരകളോട് ചേർന്ന് ഒഴുകുന്ന ആ പുഞ്ചിരിക്കുന്ന അധരങ്ങളോട് കൂടിയവളെ. അപ്പോൾ മനോഹരമായിട്ടുള്ള ആ വെളുത്ത പല്ലുകൾ തന്നെ ഒരു ഒഴുക്ക് പോലെ, ഒരു തിരമാല പോലെയുള്ള ഒരു ഒഴുക്ക് പോലെയാണ് അതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ദേവി പുഞ്ചിരിക്കുക കൂടി ചെയ്യുന്നു. അപ്പൊ സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആ സൗന്ദര്യം. അപ്പോൾ അങ്ങനെയുള്ള ചിരിക്കുന്ന മനോഹരമായ അധരങ്ങളോട് കൂടിയവളെ. ചാരുവീണാധരെ, മനോഹരമായ വീണയെ ധരിച്ചവളെ. പക്വബിംബാധരെ, പാകം വന്ന തൊണ്ടിപ്പഴത്തിന് സമാനമായിട്ടുള്ള അധരങ്ങളോട് കൂടിയവളെ. പക്വം എന്ന് വെച്ചാൽ പാകം വന്ന തൊണ്ടിപ്പഴം, വളരെ ചുവന്ന നിറത്തിലുള്ള തൊണ്ടിപ്പഴത്തിന് സമാനമായിട്ടുള്ള ചുണ്ടുകളോട് കൂടിയവളെ. അപ്പൊ ഇവിടെ ചാരുവീണാധരെ എന്ന് വിളിക്കുന്നുണ്ട്. ദേവി, മാതംഗി ദേവിയുടെ ഒരു
സിംബോളിക് ഇത് എടുത്തു കഴിഞ്ഞാൽ, അതിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്നു കാണാൻ പറ്റുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് തത്തയും ഒന്ന് വീണയുമാണ് എന്ന് പറഞ്ഞിരുന്നു. പാശം, അങ്കുശം, പുഷ്പബാണം, വില്ല് ഒക്കെ ഉള്ള ചിത്രമുണ്ട്. അതല്ലാതെ കുറച്ച് ഭീകര രൂപത്തിലുള്ള ദേവിയുടെ വലിയ ഒരു വാളൊക്കെ കൈ പിടിച്ചിട്ടുള്ള ഒരു രൂപമുണ്ട്. അപ്പോ ഇവിടെ വീണ എന്ന് പറയുന്നത് സാധകനെ തന്നെയാണ്. വീണ തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് കാരണം നമ്മൾ ശിവശക്തികളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചലനവും ചലനമില്ലായ്മയും കമ്പയർ ചെയ്തുകൊണ്ട് ശിവശക്തികളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് ചലനത്തിന്റെയും ചലനമില്ലായ്മയുടെയും ഒരു പ്ലേ ആണ്. ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കളുടെ ഒരു കളിയാണ് ഈ പ്രപഞ്ചം എന്ന് പറയാറുണ്ട്. ഇത് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഫിസിക്സ് ആണ് പറയുന്നത് എന്ന് തോന്നിപ്പോകും. കാരണം ഇത് അത്രയ്ക്കും ഫിസിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലോസഫി തന്നെയാണ്. അപ്പോ നമ്മൾ പറയും ശിവൻ എന്ന് പറഞ്ഞാൽ ചലനമില്ലായ്മയാണ്, ശക്തി എന്ന് പറഞ്ഞാൽ ചലനമാണ് എന്ന് പറയും. ശിവൻ ചലനമില്ലായ്മയാണ്, സ്റ്റാറ്റിക് ആണ്. ശക്തി ചലനമാണ്, ഡൈനാമിക് ആണ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ലെങ്കിൽ ഇതിനൊരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കുക? എന്താണ് ശിവൻ, എന്താണ് ശക്തി എന്ന് ചോദിച്ചാൽ എളുപ്പം പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ, ചലിക്കുന്ന ശിവനാണ് ശക്തി, ചലനമില്ലാത്ത ശക്തിയാണ് ശിവൻ. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഒന്ന് സ്റ്റാറ്റിക് ആണ്, ഒന്ന് ഡൈനാമിക് ആണ്. അപ്പോ സ്റ്റാറ്റിക് ആയതിനെ ശിവൻ എന്ന് വിളിക്കുന്നു, ഡൈനാമിക് ആയതിനെ ശക്തി എന്ന് വിളിക്കുന്നു. ഇതിനെ ഒരു ശബ്ദത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നാൽ നാദവും ബിന്ദുവും ചേർന്ന് കലയുണ്ടാകുന്നു എന്നാണ്. നാദം ശിവനാണ്, ബിന്ദു എന്ന് പറയുന്നത് അതിനെ ചലിപ്പിക്കുന്ന ആ ശക്തിയാണ്. ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് നമുക്ക് കേൾക്കാവുന്ന ശബ്ദം, അതിനെയാണ് കല എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചമാണ് കല. ശബ്ദത്തിന്റെ ഭാഷയിൽ ഈ പ്രപഞ്ചം നാദബിന്ദുവാത്മകമാണ്. നാദവും ബിന്ദുവും ചേർന്നതാണ്. നാദബിന്ദുവാത്മികേ എന്ന് വിളിക്കാറുണ്ട്. ആ പരാസംയുത്തിനെ നാദബിന്ദുവാത്മികെ എന്ന് വിളിക്കാൻ കാരണം ചലനവും ചലനമില്ലായ്മയും, നാദം ചലിക്കാത്തതും ചലിക്കുന്ന ബിന്ദുവും ചേർന്നിട്ടാണ് കലയുണ്ടാക്കുന്നത് എന്നാണ്. അപ്പൊ നോക്കൂ, ഒന്ന് ചലിക്കുന്നില്ല, നാദം എന്ന് പറയുന്നത് ചലനമില്ലായ്മയാണ്, ബിന്ദു എന്ന് പറയുന്നത് ആ നാദത്തെ കേൾപ്പിക്കാനുള്ള ചലനം കൊടുക്കുന്ന ആ വൈബ്രേഷൻ ആണ്. ഇനി നമുക്ക് വീണയൊന്നും എടുക്കാം. എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. വീണയൊന്നും എടുത്തു നോക്കൂ. വീണാനാദം എങ്ങനെയാണ് വരുന്നത്? വീണയുടെ കമ്പി രണ്ട് അറ്റത്ത് ചലനമില്ലായ്മയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വീണയുടെ രണ്ടറ്റത്ത്, അല്ലെ? അപ്പോ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ തട്ടുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ചലനത്തെ കൊടുക്കുകയാണ്. ശബ്ദം വരാൻ കാരണം എന്താണ്? ആ ചലനമാണോ ചലനമില്ലായ്മയാണോ? ചലനമാണ് ശബ്ദം വരാൻ കാരണം എന്നുണ്ടെങ്കിൽ ആ ചലനമില്ലായ്മയെ ഒന്ന് അഴിക്കുക. വീണയുടെ ആ രണ്ടറ്റത്തുള്ള ആ ചലനമില്ലായ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ രണ്ടറ്റത്ത്, അത് അഴിക്കുക. എന്നിട്ടൊന്ന് തട്ടി നോക്കൂ, സൗണ്ട് വരുമോ? വീണാനാദം വരില്ല. അപ്പൊ തട്ടാതിരുന്നാലോ? അപ്പോഴും ശബ്ദം വരില്ല. ചലനവും ചലനമില്ലായ്മയും കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വീണാനാദം വരുന്നുള്ളൂ. ഇനി നമ്മൾ വിരൽ കൊണ്ട് അതിനെ ആ സ്ട്രിങ്ങിന്റെ പല സ്ഥലത്ത് പിടിച്ച് പല ശബ്ദങ്ങളും മാറ്റും, അതിന്റെ ശ്രുതി മാറ്റുന്നുണ്ട്, അല്ലെ? അപ്പൊ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ആ വീണക്കമ്പിയിൽ എല്ലായിടത്തും കലയുണ്ട്, ശബ്ദം ഇരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല. അതിന് കാരണം എന്താ? അവിടെ ചലനവും ചലനമില്ലായ്മയും ഒരുമിച്ച് ആക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ കലയെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ പോയിന്റിന്റെ ശബ്ദത്തെ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ പോയിന്റിനെ ചലനമില്ലായ്മയാക്കും. ആ പോയിന്റിനെ വിരൽ കൊണ്ട് ഞെക്കി പിടിക്കും. എന്നിട്ട് ആ കമ്പിയെ ചലിപ്പിക്കും. എവിടത്തെ ശബ്ദമാണോ കേൾക്കേണ്ടത് ആ സ്ഥലത്തെ, ആ സ്ഥാനത്തെ നമ്മൾ ചലനമില്ലായ്മയാക്കും. എന്നിട്ട് അത് നിലനിൽക്കുന്ന കമ്പിയെ ചലിപ്പിക്കും. അപ്പോഴും ചലനവും ചലനമില്ലായ്മയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ കലയെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വീണ തന്ത്രത്തില് ഈ ആശയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഈ തത്വം എളുപ്പം മനസ്സിലാവും വീണ വായിക്കുന്നത് കണ്ടാൽ. അഭിനവ ഗുപ്താചാര്യൻ രുദ്രവീണ മീട്ടി പാടുമായിരുന്നു എന്നാണ്, രുദ്രവീണ മീട്ടിയിരുന്നു എന്നാണ് പറയാ. രാവണനൊക്കെ വലിയ വീണാവാദകനാണ്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹനുമാൻ ഒരു വലിയ വീണാവാദകനാണ്, നാരദൻ ഒരു വലിയ വീണ വായിക്കുന്ന ഒരാളാണ്. ഏറ്റവും എക്സ്പേർട്ട് ആ കൂട്ടത്തില് രാവണനാണ്. രാവണന് 36 തരം വീണയും ശ്രുതി തെറ്റാതെ വായിക്കാൻ സാധിച്ചിരുന്ന ഒരേ ഒരാളായിരുന്നു രാവണൻ എന്നാ പറയാ. അത്ര വലിയൊരു ജീനിയസ് ആയിരുന്നു എന്നാ പറയാ രാവണൻ.
അപ്പൊ വീണയ്ക്ക് തന്ത്രത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ശിവശക്തി കോൺസെപ്റ്റിനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വീണയുടെ പ്രയോഗം. ദേവി ഈ പിടിച്ചിരിക്കുന്ന വീണ സാധകനാണ്. ദേവി അതിൽ നിന്ന് മനോഹരമായ ശബ്ദം പൊഴിക്കണമെന്നുണ്ടെങ്കിൽ സാധകന്റെ ഡ്യൂട്ടി തന്നെ തന്നെ ടൈറ്റ് ചെയ്ത് ഒരു വായിക്കാൻ കൊള്ളാവുന്ന ഒരു വീണയാക്കി ശ്രുതിമധുരമാക്കി സൂക്ഷിക്കുക എന്നതാണ് സാധകന്റെ ഉദ്ദേശം. അപ്പോ അയഞ്ഞ കമ്പിയിൽ നിന്ന്, ടൈറ്റ് അല്ലാത്ത കമ്പിയിൽ നിന്ന് മനോഹരമായ ശബ്ദം പൊഴിയില്ല. അപ്പോൾ എങ്ങനെയാണോ മനോഹരമായ ശബ്ദം ദേവി വായിക്കുമ്പോൾ പൊഴിയേണ്ടത്, അതുപോലെ തന്റെ ശരീരത്തെയും അന്ധക്കരണത്തെയും ഒരുക്കി വെക്കേണ്ട പണിയാണ് സാധകൻ ചെയ്യേണ്ടത്. ആ പണിയെടുത്ത് നമ്മളൊരു മനോഹരമായ വീണയായി മാറിയാൽ മാതങ്കി നമ്മളെ മടിയിലെടുത്ത് വെച്ച് വായിക്കും. അപ്പോ മനോഹരമായ ശബ്ദം പൊഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ വീണ നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞത്. ചാരു വീണാധരെ പക്വ ബിംബാധരെ, മനോഹരമായ പാകം വന്ന തൊണ്ടിപ്പഴത്തിനോട് സമാനമായ അധരങ്ങളോട് കൂടിയവളെ. സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയോദ്വേല ലാവണ്യ ദുഗ്ധാർണവാവിർഭവത് കമ്പുബിംബോക ഭൃത് കന്ധരെ സത്കലാമന്ദിരെ മന്ദരെ. ഇത് മനോഹരമായ ഒരു രൂപമാണ്. ദേവി നവയൗവനാരംഭം, ദേവി 16 വയസ്സുള്ള ഒരു കന്യകയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ രൂപത്തിലാണ് മാതങ്കി ദേവിയെ കാണുന്നത്. ആ ദേവിയുടെ നവയൗവനം, യൗവനത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അത് അതൊരു ചന്ദ്രോദയം പോലെയാണ് ദേവിയുടെ നവയൗവനം ഉണ്ടായി വരുന്നത്. അപ്പോൾ ചന്ദ്രൻ ഉദിച്ചുയരുന്നത് പോലെ ദേവിയുടെ ആ യൗവനം ഇങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. 16 വയസ്സിൽ നിന്ന് ഇങ്ങനെ ദേവി ആ പ്രഭയിൽ ഇങ്ങനെ ജ്വലിക്കുകയാണ്. അപ്പൊ ചന്ദ്രോദയം ഉണ്ടാവുന്ന സമയത്ത്, പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. ഹൈ ടൈഡ്സ് ഉണ്ടാവും അല്ലെ? ചന്ദ്രന്റെ ആകർഷണം കൊണ്ട് ജലം, കടലിലെ സമുദ്രത്തിലെ ജലം ഹൈ ടൈഡ്സ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ ദേവിയുടെ യൗവനമാകുന്ന ആ ചന്ദ്രോദയത്താൽ പാൽക്കടലിൽ ഉണ്ടാകുന്ന വേലിയേറ്റം സംഭവിക്കുന്നു. പാൽക്കടലിൽ ഒരു വേലിയേറ്റം സംഭവിക്കുകയാണ്. അമൃതിന്റെ പാൽക്കടലിൽ ഒരു വേലിയേറ്റം സംഭവിക്കുന്നു. അതിൽ നിന്നും ഉയർന്നു വരുന്ന ശംഖിന് തുല്യമായ കഴുത്തോടു കൂടിയവളെ. സാധാരണ ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശംഖ് എത്ര മനോഹരമാണ്. അങ്ങനെയാണെങ്കിൽ അമൃത് നിറഞ്ഞ കടലിൽ നിന്ന് കിട്ടുന്ന ശംഖ് എത്ര മനോഹരമായിരിക്കും. ആ ഭാവന, ആ ശംഖിനെ കാളിദാസൻ ദേവിയുടെ കഴുത്തിനോട്, അപ്പൊ അത്രയും സോഫ്റ്റ് ആയിരിക്കുന്ന ഉരുണ്ടിരിക്കുന്ന ആ കഴുത്തിനെ പാൽക്കടലിൽ നിന്ന് കിട്ടുന്ന ശംഖിനോട് ഉപമിക്കുന്നു. സത്കലാമന്ദിരെ, എല്ലാ കലകളുടെയും, സത്യമായിട്ടുള്ള ഉണ്മയായ എല്ലാ കലകളുടെയും വാസസ്ഥാനമായവളെ, മന്ദിരം ആയവളെ. മന്ദരെ, മദാലസ, മന്ദരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം നിറഞ്ഞ മദാലസയായവളെ എന്ന് വിളിക്കുന്നു. ദിവ്യരത്നപ്രഭ ബന്ധുരച്ഛന്ന ഹാരാദിഭൂഷ സമുദ്യോതമാനാനവദ്യാംഗ ശോഭേ ശുഭേ. ദേവി കണ്ണഞ്ചിപ്പിക്കുന്ന, അതായത് നമുക്കതിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ണങ്ങനെ അടഞ്ഞു പോകുന്ന, ഉദിച്ചു വരുന്ന ഒരു നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കി അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ദേവി ധരിച്ചിരിക്കുന്ന ആ രത്നങ്ങൾ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയോട് കൂടിയ രത്നങ്ങൾ നിറഞ്ഞ ഹാരം ദേവി അണിഞ്ഞിരിക്കുന്നു. ഒരുപാട് മാല ദേവി അണിഞ്ഞിട്ടുണ്ട്. ആ ആഭരണങ്ങളുടെ പ്രഭ കൊണ്ട് ദേവിയുടെ സർവ്വ അംഗങ്ങളും നമുക്ക് കാണാനാകുന്നുണ്ട്. അപ്പൊ ദേവി കാളിമയാർന്നവളാണ്, കറുപ്പാണ് എന്ന് പറഞ്ഞു. ദേവിയുടെ ഈ അംഗങ്ങളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ദേവി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിലെ രത്നത്തിന്റെ പ്രഭ അവിടെ തട്ടുമ്പോഴാണ്. അങ്ങനെ ശോഭിക്കുന്ന അവയവങ്ങളോട് കൂടിയവളെ, മാത്രമല്ല ആ അവയവങ്ങൾ അനന്യമാണ്. അതിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ വിഷമമാണ്. അനവദ്യാംഗി എന്ന് വിളിക്കാറുണ്ട് ദേവിയെ. അതായത് ഒരവയവത്തെ മറ്റൊന്നിനോട് ഉപമിക്കണമെങ്കിൽ സമാന ഒരു സ്വഭാവം വേണം. പക്ഷെ ഉപമകൾക്ക് അതീതമായ സൗന്ദര്യത്തോടു കൂടിയ ദേവിയുടെ അംഗങ്ങളെ എന്തിനോട് ഉപമിക്കും? അങ്ങനെ വാക്കിന്റെ പരിമിതികളെ, ഭാവനയുടെ പരിമിതികളെ വെച്ചുകൊണ്ടാണ് പല ഉപമകളും ചെയ്യുന്നത് എന്ന് സറണ്ടർ ചെയ്തുകൊണ്ട് കാളിദാസൻ സമ്മതിക്കുകയാണ്. അനവദ്യാംഗി ആയിട്ട് ദേവിയെ കണ്ടുകൊണ്ട്. ശുഭേ, ശുഭം എന്ന് പറഞ്ഞാൽ മംഗളകരമായത്, ശുഭകരി എന്ന് വിളിക്കുന്നു. രത്നകേയൂര രശ്മി ഛടാപല്ലവ പ്രോല്ലസത് ദോർലതാരാജിതേ യോഗിഭിർ പൂജിതേ. രത്നകേയൂരം, കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവളയാണ്. ഇവിടെ കൈയിന്റെ മുകൾ ഭാഗത്തായിട്ട് ധരിക്കുന്ന തോൾവളകളെയാണ് കേയൂരം എന്ന് പറയാം. രത്നങ്ങൾ പതിച്ച ആ തോൾവളകളിൽ നിന്ന് പ്രകാശരശ്മികൾ വരുന്നുണ്ട്. അത് തളിരിലകൾ പോലെ ദേവിയുടെ കൈത്തണ്ടയാകുന്ന വല്ലിയിൽ വിരാജിക്കുന്നു എന്നാണ്. അപ്പൊ ദേവിയുടെ കൈത്തണ്ടകളെ ഒരു
വള്ളിയായിട്ട്, ഒരു കൊടിയായിട്ട്, ലതയായിട്ട് പറയുന്നു. അപ്പോൾ ഈ കേയൂരം, ദേവി അണിഞ്ഞിരിക്കുന്ന തോൾവളകളിൽ നിന്ന്, അതിന്റെ രത്നങ്ങൾ പതിച്ച തോൾവളയിൽ നിന്ന് വരുന്ന ആ പ്രകാശരശ്മികൾ തളിരിലകൾ പോലെ ദേവിയുടെ ആ കൈയാകുന്ന തളിരിന്, ആ ലതയ്ക്ക് ഭംഗി നൽകുന്നു. അപ്പോൾ രണ്ട് കൈകളെയും ഒരു വള്ളി പോലെ, പുഷ്പം നിറഞ്ഞ ഒരു വള്ളി പോലെ കാണുന്നു. അതിന്റെ തളിരിലകൾ പോലെ ഈ കേയൂരത്തിൽ നിന്നുള്ള പ്രകാശം ശോഭിക്കുന്നു. യോഗി ബിർഭൂജിത, യോഗികളായവർ പൂജിക്കുന്നവളെ. യോഗി, നേരത്തെ സിദ്ധസമ്മാനിതേ എന്ന് പറഞ്ഞു, ഇവിടെ യോഗികളായവർ പൂജിക്കുന്നവളെ, യോഗികളാൽ പൂജിക്കപ്പെടുന്നവളെ. വിശ്വ ദിങ്മണ്ഡല വ്യാപി മാണിക്യ തേജസ്ഫുരത് കങ്കണാലംകൃതേ വിഭ്രമാലംകൃതേ സാധുഭി സത്കൃതേ. ദിങ്മണ്ഡലം, അതായത് എല്ലാ ദിക്കുകളിലേക്കും വ്യാപിക്കുന്ന കാന്തിയോട് കൂടിയ മാണിക്യ കല്ലുകൾ, അത് പതിച്ച കൈവളകൾ ദേവി അണിഞ്ഞിട്ടുണ്ട്. ദേവിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ കങ്കണം, വളകളിൽ എല്ലാ ദിക്കിലേക്കും പ്രഭ ചൊരിയുന്ന മാണിക്യ കല്ലുകൾ പതിച്ചിട്ടുണ്ട്. സാധുജനങ്ങൾക്കായിട്ട്, സാധുഭി സത്കൃതേ, സാധുജനങ്ങൾക്ക് സത്ത്, നല്ലത് ചെയ്യുന്നവളെ. ഇത് സാധകൈ സത്കൃതേ എന്നൊരു വേർഷൻ കൂടിയുണ്ട്. സാധകർക്ക് നല്ലത് ചെയ്യുന്നവളെ എന്നൊരു വേർഷൻ കൂടി ഇതിന് ഉണ്ട്, ഒരു പാഠഭേദം കൂടി ഉണ്ട്. വാസരാരംഭവേള സമുജൃംഭമാണാരവിന്ദ പ്രതിദ്വന്ദ്വി. ആണോ? ഓക്കെ. തൊട്ട് മുമ്പ് പറഞ്ഞത് കേട്ടിരുന്നോ? ക്ലിയർ ആയിരുന്നോ? ആണോ? ഓക്കെ, നോ ഇഷ്യൂസ്. അപ്പോൾ ചിലപ്പോൾ വിപിനേട്ടൻ്റെ അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമാവാം, നോക്കാം. എവിടെയെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് കൈ ഹാൻഡ് റൈസ് ചെയ്തിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അരവിന്ദേട്ടൻ എനിക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. ഓക്കെ, ശരി. വാസരാരംഭവേള സമുജൃംഭമാണാരവിന്ദ പ്രതിദ്വന്ദ്വി പാണിത്വയെ. പകൽ സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന വേളയിൽ താമര വിരിയും എന്നാണ്. സൂര്യന്റെ ഭാര്യയായിട്ടാണ് താമരയെ പലപ്പോഴും കവികൾ പറയാറുള്ളത്. കാരണം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താമരയും ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ആമ്പലും വിരിയും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രഭാതവേളയിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വിരിയുന്ന താമരയോട് മത്സരിക്കുന്ന കൈകളോട് കൂടിയവളെ, പ്രതിദ്വന്ദ്വി, അതിനോട് മത്സരിക്കുകയാണ്. ദേവിയുടെ കൈകൾ താമരയുമായിട്ട് മത്സരമാണ്, ഏതിനാണ് ഭംഗി കൂടുതൽ എന്നുള്ള മത്സരം നടക്കുകയാണ്. അങ്ങനെയുള്ള ശോഭിക്കുന്ന കൈകളോട് കൂടിയവളെ, ഉയർന്ന ദയാവായ്പോട് കൂടിയവളെ, സന്തതോദ്യദയെ. ദേവിയുടെ ദയാവായ്പ എപ്പോഴും ഉയർന്നു വരുന്നതാണ്. ഭക്തൻ ചോദിക്കുന്നതിന് മുൻപേ ഭക്തൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുന്ന ദയയോട് കൂടിയവളാണ് ദേവി. അദ്വയെ, അദ്വയം എന്ന് പറഞ്ഞാൽ ഏകമാണ്. ദേവിക്ക് മറ്റൊന്നില്ല, കേവലം ആയ അവസ്ഥയാണ് അദ്വയം എന്ന് പറയുന്നത്. നമ്മൾ അഭേദം എന്നാണ് തന്ത്രത്തിന്റെ ഭാഷയിൽ പറയുക. അദ്വയെ എന്ന് ദേവിയെ വിളിക്കാൻ കാരണം ദേവി തന്നെയാണ് പ്രപഞ്ചമായിട്ട് പരിണമിച്ചത്. അപ്പൊ പിന്നെ ദേവിയിൽ നിന്ന് അന്യമായ മറ്റൊന്ന് എവിടെ? അതാണ് അദ്വയെ എന്ന് ദേവിയെ വിളിക്കാൻ കാരണം. ആ അവസ്ഥയിലേക്കാണ് സാധകൻ എത്തുന്നത്. അഭേദമായ അവസ്ഥയിലേക്ക് സാധകൻ സഞ്ചരിച്ച് എത്തുകയാണ് ചെയ്യുക. നമ്മൾക്കിപ്പോ ഭേദമാണ്, ഭേദചിന്തയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ സൂമൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഞാനും വേറെയാണ്, പഠിപ്പിക്കുന്ന ശ്യാമള ദണ്ഡകം വേറൊരു സാധനമാണ്, നിങ്ങളൊക്കെ വേറെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടി വരുന്നതും ഫോൺ വിളിക്കേണ്ടി വരുന്നതും ഒക്കെ. അഭേദമായാൽ എന്താ? എല്ലാം ഒന്ന് തന്നെയാണ്. പറയാൻ മറ്റൊരാളില്ല, പറയാൻ മറ്റൊരു വിഷയമില്ല, ഞാനല്ലാതെ അന്യമായി മറ്റൊന്നില്ല. അപ്പൊ ദേവി ആ ഭാവത്തിലായതുകൊണ്ട് അദ്വയെ എന്ന് വിളിക്കുന്നു. ദിവ്യരത്നോർമിക ദീധിതി സ്തോമ സന്ധ്യായമാനാങ്കുലി പല്ലബോധ്യൻ നഖേന്ദു പ്രഭാമണ്ഡലേ. ദേവിയുടെ കൈവിരലുകൾ, ദേവി മനോഹരമായി വീണ വായിക്കുന്ന സമയത്ത് നമ്മൾ ദേവിയുടെ കൈകളിലേക്ക് ശ്രദ്ധിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ അതില് മനോഹരമായിട്ടുള്ള ദിവ്യരത്നങ്ങൾ അതിൽ അണിഞ്ഞിട്ടുണ്ട്. മാണിക്യക്കല്ലൊക്കെ പതിച്ച മോതിരങ്ങൾ ദേവി ആ വിരലുകൾ അണിഞ്ഞിട്ടുണ്ട്. അത്, ആ മാണിക്യക്കല്ലിന്റെ പ്രഭ ദേവിയുടെ വിരലുകളിൽ സന്ധ്യാരാഗം ചാർത്തുന്നു. അതായത് സന്ധ്യാരാഗം ചുവന്ന നിറമാണ്. അപ്പൊ മാണിക്യത്തിൽ പതിച്ച ആ വെളിച്ചം അതിൽ തട്ടി പ്രതിഫലിച്ച് ദേവിയുടെ വിരലുകളിലേക്ക് പതിക്കുന്ന സമയത്ത് വിരലുകൾക്ക് ചുവന്ന നിറം വരും. സന്ധ്യാരാഗം പതിച്ച വിരലുകൾ പോലെ അത് ശോഭിക്കുന്നുണ്ട്. ആ ചുവന്ന വിരലുകളെ ഒരു തളിരിലകൾ പോലെ, ആ അങ്കുലിയെ പല്ലവമായിട്ട് തളിര് പോലെ, ഒരു വള്ളി പോലെ പറയാണ് ഇവിടെ. ആ വള്ളിയിൽ നിന്ന് ഉദിച്ചു വരുന്ന ഇന്ദു പ്രഭാമണ്ഡലെ. അപ്പൊ നഖത്തെ ചന്ദ്രനായിട്ട് കാണാം. അതെങ്ങനെ നഖത്തെ ചന്ദ്രനായിട്ട് കാണുക? നഖത്തിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എടുത്ത് നോക്കുക. ഇങ്ങനെ നഖം പിടിച്ചാൽ
ഈ ഇതിങ്ങനെ ഒരു കല പോലെ, ചന്ദ്രക്കല പോലെ കാണും. അങ്ങനെയൊക്കെ കവികൾ ആലോചിക്കും. അപ്പൊ കാളിദാസന്റെ ഈ ഉപമ പിന്നീട് ഒരുപാട് പാട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചു പേര് നോക്കുന്നുണ്ടല്ലോ, ചന്ദ്രൻ തന്നെയാണെന്ന് ഉറപ്പിക്കാനാണ്. അപ്പൊ ദേവിയുടെ ആ വിരലുകൾ, വീണ വായിക്കുന്ന ആ വിരലുകൾ മുന്നിൽ നിന്ന് കാണുന്ന സമയത്ത്, അത് ആ നഖത്തിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ കാണുന്ന സമയത്ത് അത് ചന്ദ്രമണ്ഡലം പോലെ ശോഭിക്കുന്നതാണ് ആ നഖങ്ങൾ. നിൻ നഖകല ചന്ദ്രകലയായി ജ്വലിക്കുന്ന നിമിഷം ഞാനല്ലോ എന്ന് മൂകാംബികയെ കുറിച്ചിട്ട് ഒരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് പുഷ്പാഞ്ജലി എന്ന് പറയുന്ന കാസറ്റിലുള്ളതാണെന്ന് തോന്നുന്നു. അപ്പൊ നിൻ നഖകല ചന്ദ്രകലയായി ജ്വലിക്കുന്ന നിമിഷം ഞാനല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നഖകലയെ ചന്ദ്രകലയായിട്ട് ഉപമിക്കുക. അപ്പൊ അതൊക്കെ കാളിദാസനിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. കോപ്പീഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ. ഇൻസ്പയർഡ് വേർഷൻസ് ആണ് അതൊക്കെ. അങ്ങനെ ഉജ്ജ്വലിക്കുന്ന നഖങ്ങളോട് കൂടിയവളെ സന്നദ്ധാഖണ്ഡലെ, ആഖണ്ഡലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, ഇന്ദ്രനാൽ നമിക്കപ്പെടുന്നവളെ. അപ്പൊ ദേവേന്ദ്രനൊക്കെ ദേവിയുടെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കുകയാണ് എന്നാണ്. എന്തിനാണ്? ഈ ഐശ്വര്യത്തിന്റെ ഉറവിടമായ ദേവിയുടെ കാൽച്ചുവട്ടിലാണ് തന്റെ ലോകം, തന്റെ കിരീടം ഇരിക്കുന്നത് അവിടെയാണെന്ന് ദേവേന്ദ്രന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ദേവേന്ദ്രൻ ദേവിയുടെ കാൽച്ചുവട്ടിൽ വന്ന് നമിക്കുകയാണ്. ചിത്പ്രഭാമണ്ഡലെ, ചിത്പ്രഭ ബോധപ്രകാശത്തിന്റെ സോഴ്സ് ആയിരിക്കുന്നവളെ, പ്രോലസത് കുണ്ടലെ മനോഹരമായ ഉജ്ജ്വലിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയവളെ. അപ്പൊ ദേവിയുടെ കുണ്ടലങ്ങളെ വീണ്ടും പറയും എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെയാണ് ഇന്ന് എടുക്കുന്നത്. മനോഹരമായ ശോഭിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയവൾ. അപ്പൊ ദേവിയുടെ കുണ്ടലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇനിയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ചില ദേവിമാരുടെ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്തോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണത്. ദേവിയുടെ കുണ്ടലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അത് സൂര്യനും ചന്ദ്രനുമായിട്ട് കാണാം. നമ്മളൊക്കെ കമ്മൽ മേടിക്കുന്ന സമയത്ത് ഒരേപോലത്തെ കമ്മലല്ലേ മേടിക്കുക, ലെഫ്റ്റും റൈറ്റും ഒരേ സാധനമല്ലേ മേടിക്കുക, ഒരേ ഡിസൈൻ അല്ലേ മേടിക്കുക. ദേവിയുടെ ഒരു സൈഡിൽ സൂര്യനാണ്, ഒരു സൈഡിൽ ചന്ദ്രനാണ്. മറ്റു ചിലയിടങ്ങളിൽ ഒരു സൈഡിൽ സിംഹവും മറ്റൊരു സൈഡിൽ ആനയും കാണാം. ചില സ്ഥലങ്ങളിൽ ഹംസത്തെ കാണാം, അരയന്നത്തെ കാണാം. എന്തുകൊണ്ട് എങ്ങനെ വരുന്നേ? എങ്ങനെയാണ് എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഹംസം എന്നുള്ള വാക്ക്, ഹംസം എന്നെവിടെയെങ്കിലും കണ്ടാൽ അത് ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. തന്ത്രശാസ്ത്രത്തിൽ ഹംസം എന്നുള്ളത് ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അകത്തേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഹംസം, അതെ, അജപാമന്ത്രം എന്നാണ് അതിനെ പറയാം. ലോകത്തെ എല്ലാ ജീവികളും സദാസമയവും ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രമാണിത് എന്നാ പറയാം. അജപയാണ്. അജപ എന്ന് പറഞ്ഞാൽ ജപിക്കാത്തത് എന്നാണ്. അപ്പൊ ഈവൻ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും അജപയാണ്. അപ്പൊ ഹംസം അരയന്നത്തെ ഇടുന്നതിന്റെ, കമ്മലായിടുന്നതിന്റെ ഉദ്ദേശം അത് ശ്വാസം എന്നാണ്. സാമാന്യമായിട്ടുള്ള അർത്ഥത്തിൽ അത് ശ്വാസത്തിന്റെ പ്രതീകമാണ്. സൂര്യചന്ദ്രന്മാരെയും സിംഹത്തെയും ആനയെയും ഒക്കെ ഇടുന്ന സമയത്ത് അത് ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം. അപ്പൊ ദേവിയുടെ വിഗ്രഹം കാണുന്ന സമയത്ത് നമ്മൾ വിശേഷാൽ ഗ്രഹിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ദേവിയുടെ കുണ്ടലങ്ങൾ. വലത് ഭാഗം പിങ്കള നാഡിയുടെ സഞ്ചാരപാതയും ഇടത് ഭാഗം ഇടാനാഡിയുടെ സഞ്ചാരപാതയുമാണെന്നാണ് പറയാം. അപ്പൊ ഇടാ പിങ്കള എന്നിങ്ങനെ രണ്ട് നാഡികൾ, ഇതിന്റെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നത്. അപ്പോ പ്രാണൻ പിങ്കലയിലൂടെയും അപാനൻ ഇടയിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. പ്രാണൻ വലതുവശത്തുള്ള പിംഗലാനാഡിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പുറത്തേക്ക് വിടുന്ന ശ്വാസത്തെയാണ് പ്രാണൻ എന്ന് പറയാം. അകത്തേക്ക് എടുക്കുന്നതാണ് അപാനൻ. അപ്പോ വലതുവശത്തുള്ള പിംഗലാനാഡിയുടെ സ്വാധീനത്താൽ ആ ചാനലിലൂടെയാണ് പ്രാണൻ പുറത്തേക്ക് ഒഴുകുന്നത്. ഇടതുവശത്തുള്ള ഇടാനാഡിയുടെ ചലനം, ആ ചാലകശക്തി കൊണ്ടാണ് അപാനൻ അകത്തേക്ക് സഞ്ചരിക്കുന്നത്. പ്രാണാപാനന്മാർ ശിവശക്തികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിംഗലാനാഡി ശിവപ്രതീകവും ഇടാനാഡി ശക്തി പ്രതീകവുമാണ്. അതുകൊണ്ടാണ് ശക്തി വാമഭാഗമാകുന്നത്. ഇടതുവശത്ത് ശക്തിയെ ഇരുത്തുന്നത് ഇടാനാഡിയുടെ ഭാഗത്താണ് അവൾ ഇരിക്കേണ്ടത് എന്നതുകൊണ്ടാണ്. ഇനി സൂര്യചന്ദ്രന്മാരാകുന്ന സമയത്ത് അത് ഹഠയോഗമാണ്. ഹ ഠ എന്ന് പറഞ്ഞാൽ, ഹ എന്ന് പറഞ്ഞാൽ സൂര്യനും ഠ എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമാണ്. ഹഠയോഗം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാരെ ചേർക്കുക
എന്നതാണ്. സൂര്യചന്ദ്രന്മാരെ യോജിപ്പിക്കുന്നതാണ് ഹഠയോഗം. ഇട പിംഗലകളെ സംയോജിപ്പിച്ച് മധ്യനാടിയായ സുഷുമ്നയിലൂടെ പ്രാണാപാനന്മാരെ സഞ്ചരിപ്പിക്കുന്ന യോഗവിദ്യയാണ് ഹഠയോഗം. അപ്പൊ ദേവി വലതുവശത്ത് സിംഹത്തെയും ഇടതുവശത്ത് ആനയെയും അണിഞ്ഞാൽ പ്രാണനെയും അപാനനെയുമാണ് സൂചിപ്പിക്കുന്നത്, അഥവാ ഇടയെയും പിംഗലയെയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നടുക്കിരിക്കുന്ന ദേവി എന്തിന്റെ പ്രതീകമാണ്? സുഷുമ്നയുടെ പ്രതീകമാണ്. കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആനയും സിംഹത്തെയും കാണാം. ചില സ്ഥലങ്ങളിൽ ഹംസമുണ്ട്, ചില സ്ഥലങ്ങളിൽ സൂര്യചന്ദ്രന്മാരുണ്ട്. അപ്പൊ ഇത് ദേവിയുടെ കുണ്ടലത്തിന്റെ വിശേഷാൽ ഗ്രഹിക്കേണ്ട ഒരു പോയിന്റാണ്. ഇടാ പിംഗല നാഡികളെയാണ് അത് സൂചിപ്പിക്കുന്നത്. തന്ത്രവിദ്യയും യോഗവിദ്യയും ഒക്കെ എങ്ങനെയാണ് പരസ്പരം കൂടിക്കലർന്നിരിക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഡോളജി ഇങ്ങനെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൾക്കാരുടെ ഒരു പഠനമാണ് ഇതിനെ ഇങ്ങനെ ചേരി തിരിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇത് തന്ത്രത്തിന്റെ വഴിയാണ്, ഇത് യോഗത്തിന്റെ വഴിയാണ് എന്നൊക്കെ ഇതിനെ പിരിക്കുന്നത് ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മോഡലിൽ നമ്മൾ ഇതിനെ പഠിക്കുന്നത് കൊണ്ടാണ്. തന്ത്രവും യോഗവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തി പരസ്പരം ചേർന്ന് ഒഴുകുന്ന ധാരകളാണ്. അപ്പോൾ താന്ത്രിക വിദ്യയിൽ തന്ത്രത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള ആ ദേവിയിൽ നമുക്ക് യോഗ പദ്ധതിയും കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഓരോ ദിവസവും ഇതിന്റെ സ്പീഡ് കൂടി, ഗിയർ മാറ്റി മാറ്റി വരും കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതോറും സ്പീഡ് കൂടിക്കൂടി വരും. ലാസ്റ്റ് ദിവസം സീറ്റ് ബെൽറ്റ് ഇട്ട് മുറുക്കി പിടിച്ചിരിക്കണം. യന്ത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ദിവസമാണ് ലാസ്റ്റ് ദിവസം. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് വരിക. ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനോ നിങ്ങളുടേതായ പോയിന്റ്സ് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. കൈൻഡ്ലി ഷെയർ റൈറ്റ് ബാക്ക് പോസിബിൾ. പറഞ്ഞോ. വിശ്വനാഥൻ, ഞാൻ ഓർഡർ കണ്ടില്ല കേട്ടോ. ആരൊക്കെ ഏതൊക്കെ ഓർഡറിലാണ് കൈപൊക്കിയതെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഓർഡറിൽ വിളിക്കുകയാണ്. വിശ്വനാഥ് മേനോൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. നമസ്കാരം സജിൻ ജി. നമസ്കാരം. ഓക്കെ, ഞാൻ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. താരാചക്രമത്തിലാണോ അതോ ഇതിന്റെ ഇൻട്രോ? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, അതിൽ ഇന്നലെ അവിടെ ഞാൻ ചോദിക്കാൻ ഹാൻഡ് റൈസ് ചെയ്തിരുന്നെങ്കിലും പക്ഷെ അത് അവിടെ കണ്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് ഈ ഇന്നലെ അവിടെ സംസാരിച്ചപ്പോ ഈ ഞങ്ങളുടെ കുലദൈവമായിട്ട് ഈ കരിങ്കാളി എന്ന് ഒരു ഇത്, അത് വളരെ കാലം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അതായത് ഞങ്ങളുടെ കുലദേവതയായിരുന്നു. ആ കുലദേവത കരിങ്കാളിയാണ്. പക്ഷെ നമ്മൾ വളരെ കഴിഞ്ഞിട്ടാണ്, 2007 എനിക്ക് അറിയുന്നത്. അപ്പം അത് ഈ ശക്തേയം പാലുംവളരി സമ്പ്രദായത്തിൽ ശക്തേയം കഴിച്ചുകൊണ്ടിരുന്ന ഒരു തറവാടായിരുന്നു അത്ര. പക്ഷെ ഞങ്ങളുടെ മുത്തശ്ശിയുടെ ജ്യേഷ്ഠതയൊക്കെ അത് നന്നായി ചെയ്തിരുന്നു. പിന്നെ അത് നോക്കാത്തത് കൊണ്ടുള്ള അപജയം സംഭവിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പം എന്റെ ചോദ്യം, ഈ പക്ഷെ അവിടെ നമ്മൾ പിന്നീട് അതിന്റെ കാരണവന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പം അവിടെ പിന്നീട് ആ ക്ഷേത്രം കണ്ടെത്തുകയും ആ ക്ഷേത്രത്തില് പിന്നെ ഈ സ്വർണ്ണ പ്രശ്നമൊക്കെ വയ്ക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ഞാൻ ഇതിനെ പറ്റിയിട്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ ഇതിന്റെ പിന്നാലെ റിസർച്ച് ആയിട്ട് ഞാൻ പോയപ്പോൾ അവിടെ അവിടുന്ന് ഒരു കാരണവരെ ഈ ഒരു ദേവിയുടെ ഒരു ഫോട്ടോ കാണിച്ചു. അപ്പൊ അതിൽ നീല കളറുള്ള ഒരു ദേവിയാണുള്ളത്. അപ്പൊ അതിനെ പിന്നെ ഭുവനേശ്വരി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഭുവനേശ്വരിയും കരിങ്കാളിയും അതായത് ഒന്നാണോ എന്നാണ് എന്റെ ചോദ്യം. അത് കരിങ്കാളി എന്ന് പിന്നെ നമ്മുടെ അവിടെ കരിങ്കാളി എന്ന് അവിടെ ഇതില് പ്രശ്നത്തിൽ കണ്ടു. പിന്നീട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു നമ്മുടെ താമ്പൂല പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടുന്ന് ആ പ്രശ്നത്തിൽ കണ്ടത് നിങ്ങളുടെ ദേവത നമ്മുടെ പിന്നെ കുലദേവതയായി വന്നത് ഭുവനേശ്വരിയാണ്. അപ്പൊ ഈ ഭുവനേശ്വരി അത് നീല കളറിലാണ്. അത് കയ്യില ചതുർബാഹു ആയിട്ടുള്ള ഒരു ഇതാണ്, നീല കളറിലാണ്. അപ്പൊ ഈ ആ
ഭുവനേശ്വരിയും കരിങ്കാളിയും ഒന്നാണ്. ഞാനിപ്പോ ഇത് ശ്യാമളാദണ്ഡകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലാത്തത് കൊണ്ട് ഇതിപ്പോ ഒരു ചുരുക്കിയൊരു മറുപടി പറയാം. പിന്നെ ഫോണിൽ നമുക്ക് എക്സ്പ്ലെയിൻഡ് മറുപടി തരാട്ടോ, നേരിട്ട് സംസാരിക്കാം. കാരണം കുറച്ചും കൂടി ഒരു പേഴ്സണൽ വിഷയമാണല്ലോ. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പേര് ഇത് വളരെ ഈ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് തറവാടുകൾ ഈ കുലദൈവവുമായി ബന്ധപ്പെട്ട് അതിനെ മറന്നുകൊണ്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷെ ഇത് ഇന്ന രീതിയിലാണ് ആ കുലദൈവത്തെ മറന്നുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം വരുന്നതെന്ന് ഇവർ അറിയുന്നുമില്ല. അപ്പൊ അത് ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഇന്നലെ അവിടെ ചോദിച്ചതിൽ കുറെ പേര് ഈ ഒരു കുലദൈവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഭദ്രകാളി എന്ന് പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് കുലദൈവമായിട്ട് നിൽക്കുന്നതാണ്. ഇതിനൊരു പലർക്കും ഇപ്പോഴും അറിയില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കാരണം പലർക്കും ഇത് അവരെ കുലദൈവത്തെ പറ്റി അറിയാൻ ഉള്ള ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. അതുകൊണ്ട് കുലാചാരവും അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിപ്പോ ഞാൻ തൽക്കാലം ഒരു സാമാന്യ മറുപടി പറയാം. എല്ലാവർക്കും ഈ ഒരു വിഷയമുണ്ട്, തറവാടുകളിലൊക്കെ വിഷയമുണ്ട്. ബാക്കി നമുക്ക് ഫോണിൽ നേരിട്ട് വിശദമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അവിടെ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തു, പക്ഷെ അവിടെ കണ്ടില്ല, ആരും എന്നെ കണ്ടില്ല. അപ്പോ ഇവിടെ ഒരേ ആളാണോന്ന് ചോദിച്ചാൽ ആത്യന്തികമായിട്ട് പറയുന്ന സമയത്ത് ഒരേ ആൾ തന്നെയാണ്, പരാശക്തിയുടെ ഭാവമാണെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. ഭുവനേശ്വരി വേറെ തന്നെ ഒരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പഴയ നായർ തറവാടുകളിലൊക്കെ മിക്കവാറും നായർ തറവാടുകളിലൊക്കെ വീടുകളിൽ മച്ചിലൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന ദേവത ഭുവനേശ്വരിയാണ്. അപ്പോൾ ശാക്തേയം ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത്, ആ വിധാനം ചെയ്തിരുന്നത് ഭുവനേശ്വരി എന്ന് പറയുന്ന ദേവതയ്ക്കാണ്. ശക്തി ഋഷി ഉണ്ടാക്കിയ ഭുവനേശ്വരി സമ്പ്രദായമാണ് ബേസിക്കലി ശാക്തേയം. അത് ശക്തിയെ ആരാധിക്കുന്ന എല്ലാ സിസ്റ്റവും ശാക്തേയം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരികയും മലബാർ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യവും മാംസമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പൂജകളും, ഏത് ദേവതയാണെങ്കിലും അതിനൊക്കെ ശാക്തേയം എന്ന് വിളിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശക്തി ഋഷി ഉണ്ടാക്കിയ സിസ്റ്റം സത്യത്തിൽ ഭുവനേശ്വരിയുടെ ആരാധനാ വിധാനമാണ്. അത് പ്രകാരമാണ് നമ്മൾ ശാക്തേയം എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയാണോ ഇത് കരിങ്കാളിയെ ഭുവനേശ്വരി ആക്കി ആരാധിക്കുക, ശാക്തേയമാണെന്ന് കേട്ടപ്പോൾ ഭുവനേശ്വരി ആക്കി അങ്ങനെ ആരാധിക്കുന്നതാണോ എന്നറിയില്ല. ഇപ്പൊ പലപ്പോഴും നമ്മുടെ നാട്ടില് ഭദ്രകാളിയെയും ദുർഗയും ഒക്കെയാണ് ജനറലി പൂജിക്കാൻ അറിയാവുന്നത്. നമുക്കറിയാത്തൊരു ദേവതയാണ് അവിടെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദേവതകൾ പേരുമാറ്റപ്പെട്ട് ദുർഗയോ ഭദ്രകാളിയോ ആക്കപ്പെടും. എന്നിട്ട് അതിനെ പൂജിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അത് തലമുറകളിലൂടെ കൈമാറി വന്ന സമയത്ത് ദേവതയുടെ പേര് പോലും അറിയാൻ പറ്റാത്തത് പോലെ ഇത് മിസ്സായി പോയതാണ്. അപ്പൊ അതിനെ പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിന് വിധിയുള്ളൂ. കാരണം നമ്മുടെ വേര് അവിടെയാണ് ഇരിക്കുന്നത്. ആ വേരിനെ പോഷിപ്പിച്ചില്ലെങ്കിൽ തായ്തടി മുഴുവനും പോകും. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിന്റെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പം ഉള്ളവര് കുറെ പേർക്ക് അറിയുന്നുണ്ടാവും. അല്ല, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഇതൊരു വേദിയായിട്ട് ഇത് മനസ്സിലാക്കാം. കാരണം നമ്മളൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കി. അതിന്റെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അറിഞ്ഞുകൊണ്ട് അറിയാത്തവർക്ക് ഒരു ഇൻഡിക്കേഷനും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായും എനിക്കൊന്ന് നമ്പർ കണക്റ്റഡ് ആണ്. എനിക്ക് പല തറവാട്ടിലും പിന്നെ രണ്ട് വിമിനട്ട് ഒന്ന് പേര് നോട്ട് ചെയ്തിട്ട് ഒന്ന് ഷൈജു ചേട്ടാ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. നമസ്കാരം. അതെ, ഇപ്പം ഞാൻ ഇത് വരുന്ന സമയത്ത് ഞാൻ PDF ഓപ്പൺ ചെയ്തിട്ട് ഞാൻ PDF ശ്രദ്ധിച്ചിട്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. എന്താ കാരണം വെച്ചാൽ ഞാൻ ഒപ്പം ചൊല്ലി. അപ്പൊ കുറെയൊക്കെ എനിക്ക് അതൊന്ന് അതിന്റെ ഒപ്പം നടക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിടിച്ചാണെങ്കിൽ നടക്കാൻ പറ്റി. ഫസ്റ്റ് നടക്കുന്ന നമ്മളിപ്പോ ഇന്നിപ്പോ ശ്യാമാധരൻ ധ്യാനമാ ഉറച്ചത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇനിയൊരു ചോദ്യം എന്താ വെച്ചാൽ ഇതൊരു നിത്യസാധന പദ്ധതിയായിട്ടാണോ വരുന്നത്? എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാ? നമുക്കിതിന് ധ്യാനവും വിധാനവും രീതിയുണ്ട്. സാധാരണ ഒരു സ്തോത്രം ചൊല്ലുന്നത് പോലെ ഇതിനെ ചൊല്ലും. ഇതൊരു സ്തോത്ര കൃതി കൂടിയാണല്ലോ. അപ്പോൾ ധ്യാനം ചൊല്ലി ദേവിയുടെ രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ഇത് സ്തോത്രമായിട്ട് ചൊല്ലാം. ഇത് ഒരു പദ്ധതി എന്ന് പറഞ്ഞാല് മാതങ്കി പദ്ധതിയിൽ പോകുന്ന സമയത്തുള്ള നിത്യസാധന പദ്ധതിയുടെ ഭാഗമല്ല അത്.
അവിടെ അല്ല. മാതങ്കി ഉപാസനാക്രമം മന്ത്രങ്ങളും ഓരോ ലെവൽസും ഉണ്ട്. അതല്ലാതെ ഇപ്പൊ ദേവതയുടെ ഒരു സ്തോത്രമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. വെള്ളം വീഴുന്നുണ്ടോ? അതായത് ഇതൊരു നിത്യമായിട്ടും പാരായണം ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് ചോദിച്ചത്. അത് നമ്മുടെ താല്പര്യമാണ്. നിത്യമായിട്ട് പാരായണം ചെയ്യാവുന്നതാണ്. നിത്യമായിട്ട് പാരായണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അക്ഷരമാലയുടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടി വെക്കാം. നമ്മളിപ്പോ തുടങ്ങണോ? ഇങ്ങനെ അത് മുഴുവൻ കിട്ടിയിട്ടാണോ തുടങ്ങേണ്ടത്, അതോ ഇപ്പം നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ? എങ്ങനെയാ? ഇത് കഴിഞ്ഞിട്ട് ചൊല്ലി തുടങ്ങിയാൽ മതി. അപ്പൊ മുഴുവൻ PDF മുഴുവൻ അർത്ഥവും അടങ്ങിയ PDF അവസാന ദിവസം തരാം. ഓക്കെ മുഴുവൻ പഠിച്ചിട്ട് തുടങ്ങാം. അപ്പൊ വിദ്യാരംഭത്തിനോ മറ്റോ വേണമെങ്കിൽ ആരംഭിച്ചോളൂ. ഓക്കെ ശരി ശരി. അക്ഷരമാലയുടെ ഒരു ക്ലാസ് കൂടി വെക്കാം. സംസ്കൃതം ആയതുകൊണ്ട് നമ്മൾ മലയാള അക്ഷരാണെങ്കിലും എഴുതുന്നത് പോലെ തന്നെയാണ് ഉച്ചരിക്കുക. ഉണ്ണികൃഷ്ണേട്ടാ. നമസ്കാരം. ഈ കദംബ വൃക്ഷത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിപ്പോ ശരിക്കും നിലവിലുണ്ടോ? കടമ്പാണ്. നമ്മുടെ മലയാളത്തിൽ കടമ്പ് എന്ന് പറയും. പുഴയോരങ്ങളിലൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. ഉണ്ട് അല്ലെ? പുഴയുടെ തീരത്തൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴക്കം ചേർന്ന ഒരു കടമ്പ് വൃക്ഷം ഉണ്ട്. അത് ശരി. അപ്പൊ ഇതിലും പൂവിന്റെ മാലയെ കുറിച്ച് പറഞ്ഞത്, അത് ഈ കടമ്പിന് ശരിക്കും അപ്പൊ പൂക്കൾ ഉണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഉണ്ട് അല്ലെ? കദംബ പുഷ്പമുണ്ട്. പിന്നെ ഈ ഗോരോചനക്കുറി എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഗോരോചനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അതും നിലവിലുള്ളതാണോ? ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞ, അല്ലെങ്കിൽ അത് കിട്ടുന്നതാണോ? ഇപ്പൊ ഗോരോചനം എന്ന് പറഞ്ഞു വരുന്നത് ഈ ഒറിജിനൽ ഗോരോചനം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഞാനിത് അന്വേഷിച്ചു പോയിരുന്നു. കഴിഞ്ഞ തവണ ഈ ക്ലാസ് എടുക്കുന്നതിന് മുൻപ് ഞാൻ ഗോരോചനത്തിനെ പറ്റി ഒരു ഗവേഷണം നടത്തിയപ്പോഴാണ് ഈ ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ കസ്തൂരി എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ കിട്ടുന്നത് ആ കസ്തൂരി മാന്റെ നാഭിയിൽ അവിടെ നിന്ന് കിട്ടുന്ന ഇതല്ല. അപ്പൊ അതുപോലെ തന്നെ ഗോരോചനവും ഇപ്പൊ കുറച്ച് കെമിക്കൽസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ ഈ അവസാനത്തെ ഇത് പറഞ്ഞില്ല, നമ്മൾ കുണ്ടലങ്ങളോട് കൂടിയ അതില് സിംഹവും ആനയും എന്ന് പറഞ്ഞില്ല, അത് എന്തിനെ സൂചിപ്പിക്കുന്ന? പ്രാണാപാനന്മാരെ തന്നെയാണ്. പ്രാണാപാനൻ അത് തന്നെയാണ് അല്ലെ? അപ്പൊ രണ്ടും പ്രാണാനും അപാനനും തന്നെയാണ്. ഹംസം എന്ന് പറഞ്ഞാലും സിംഹം ആന എന്ന് പറഞ്ഞാലും അല്ല. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നമാണ്. അപ്പൊ അരയന്നത്തിനെയാണ് കാണുക ഇതായിട്ട്. കമ്മലിൽ കാണുക അരയന്നത്തിനെയാണ്. അരയന്നത്തിന്റെ സംസ്കൃത ഇതാണല്ലോ ഹംസം എന്ന് പറയാറുണ്ട്. ഓ അത് ശരി. ഹം എന്നും സം എന്നുള്ളത് ശ്വാസവും ഉച്ഛ്വാസവും ആണ്. അപ്പൊ രണ്ട് കാതിലും അരയന്നും ആയിരിക്കും അവിടെ. പക്ഷെ ആനയും സിംഹവും ഇടുന്ന സമയത്ത് വലത് കാതിൽ സിംഹവും ഇടത് കാതിൽ ആനയുമായിട്ടൊക്കെയാണ് കാണുന്നുണ്ടാവുക. അപ്പൊ ആന, ഗണപതി, അപാനൻ, മൂലാധാരം ഒക്കെ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരും. കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ ഇടയുള്ളത്, നിങ്ങളൊക്കെ ഈ കാശ്മീര ശൈവ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അഭിനവ ഗുപ്താചാര്യന്റെ ദേഹസ്ഥ ദേവതാ ചക്ര സ്തോത്രത്തില് പ്രാണതനും ഗണപതിയും വന്ദേ എന്ന് ആണ് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഗണപതിയെ പ്രാണനായിട്ടാണ് പറയുന്നത്. ഗണപതിയും വീരഭദ്രനും അല്ല, വീരഭദ്രനെ അപാനനായിട്ടാണ് പറയുന്നത്. അപ്പൊ അത് അവിടുത്തെ പ്രത്യേക നമ്മുടെ നാട്ടിലെ മാതൃക്കളുടെ ആ കല്ലുണ്ടല്ലോ, അതെ, അതുപോലത്തെ ഗണപതിയും വീരഭദ്രനും കൂടി ഇരിക്കുന്നുണ്ട് അതിൽ. അത് പ്രാണാപാനന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. മാതൃക്കള് അക്ഷരമാലയാണ്. ആ ഫോർമാറ്റ് അഭിനവഗുപ്തൻ പറഞ്ഞപ്പോ അവിടെ പ്രാണതനും ഗണപതിയും വന്ദേ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഗണപതി പ്രാണനും വീരഭദ്രൻ അപാനനുമാണ്. ഇത് ഇവിടെ കാണുന്ന സമയത്ത് സിംഹത്തെ പ്രാണനായിട്ടും ആനയെ അപാനനായിട്ടും എടുക്കാം. അവിടെ ഗണപതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുക്കണ്ട. ആന. ശരി. സംഗീത അൺമ്യൂട്ട് ചെയ്തോളൂ. ഏകദേശം നേരത്തെ ചോദിച്ചു. എന്റെ ചോദ്യം ഇതായിരുന്നു, ഇത് ചൊല്ലുന്നതിന് എന്തെങ്കിലും നിയമങ്ങളുണ്ട്? നമ്മള് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പലയിടത്തും പദം പിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചൊല്ലുന്നതിന് എന്തെങ്കിലും, ഇപ്പൊ ദണ്ഡകം ചൊല്ലുന്നതിന് എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? ഇങ്ങനെ ചൊല്ലിപ്പോണം എന്നുള്ള? അത് ഞാൻ അർത്ഥം പറയാൻ വേണ്ടി മുറിക്കുന്നതാണ്. ഇത് സത്യത്തിൽ ഒരു നീണ്ട വരിയാണ്. നമുക്ക് ശ്വാസം വലിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് മുറിക്കേണ്ടി വരും. അത് കാര്യമാക്കണ്ട. അത് പിന്നെ ചൊല്ലി സത്യത്തിൽ ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടി മെച്ചപ്പെടും എന്നാണ്. അപ്പൊ അഭിസംബോധന ചെയ്ത് നിർത്തുന്ന ഒരിടത്ത് നമുക്ക് നിർത്താം, ശ്വാസം എടുക്കാം. അടുത്ത വാക്ക് ചെറുതായിരിക്കും. ഒരു ഫുൾ അഭിസംബോധന കഴിഞ്ഞ് വരുന്ന വാക്ക് പിന്നെ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇത് ചൊല്ലുക. ഇനി നമ്മൾ പോകുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയി വരും. ഈ ക്ലാസ് നമ്മള് ലളിതാ സമ്പ്രദായത്തില്, ശ്രീവിദ്യാ സമ്പ്രദായത്തില്
മന്ത്രിണിയായിട്ട് കാണുന്ന ദേവതാ കൽപ്പനയും മാതംഗിയും ഒന്ന് തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? ആള് ഒന്ന് തന്നെ. പക്ഷെ അവിടെ ത്രിപുരസുന്ദരി ദശമഹാവിദ്യയിലെ ഒരു ഭാവമാണ്, മാതംഗി ദശമഹാവിദ്യയിലെ ഒരു ഭാവമാണ്. അപ്പൊ പദ്ധതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഒരു ദേവതയെ മറ്റൊരു സിസ്റ്റത്തിൽ വരും. മറ്റൊരു സിസ്റ്റത്തിൽ മാതംഗി ഉയരത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രധാന ദേവതയായിട്ട് വരുന്ന സിസ്റ്റം ഉണ്ടാവാം. ഇതിന്റെ ഉയർന്ന ഫോർമാറ്റുകൾ ഉണ്ട്. രണ്ട് വിദ്യകളിലുള്ള ദേവതകളുണ്ടോ വേറെ? ഇപ്പൊ മാതംഗിയുടെ ഒരു ഉയർന്ന ഫോർമാറ്റുകൾ നമുക്ക് കാണാം. ഇപ്പൊ അനുത്തര വാഗ്വാദിനി എന്നൊക്കെ പറയുന്ന വേർഷൻസ് ഉണ്ട് മാതംഗിയുടെ. അപ്പൊ അത് ടോപ്പ് മോസ്റ്റ് ദേവതയാണ്. ഒരു ആംനായത്തിന്റെ മുഴുവൻ ടോപ്പ് മോസ്റ്റ് ദേവതയാണ് അനുത്തര വാഗ്വാദിനി. അപ്പൊ അവിടെ മാതംഗി ഇരിക്കുന്നത് ഏറ്റവും ആ ആംനായത്തിന്റെ മുഴുവൻ ടോപ്പ് മോസ്റ്റ് ദേവതയായിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരാം. പദ്ധതികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യപ്പെടും. ഇപ്പൊ കുബ്ജിക എന്ന് പറയുന്ന ദേവതയുടെ ഒരു മുഖമാണ് ത്രിപുരസുന്ദരി. അപ്പൊ ശ്രീവിദ്യാ പദ്ധതി പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു മുഖത്തെ എടുത്തിട്ട് പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഫുൾ ശ്രീവിദ്യാ പദ്ധതി എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുബ്ജിക ഉണ്ട്. കുബ്ജികയ്ക്ക് 6 മുഖമുണ്ട്. അതിലൊരു മുഖമാണ് ത്രിപുരസുന്ദരി എന്നാണ്. അപ്പൊ അങ്ങനെ പല സിസ്റ്റവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്ത് കാണാം. ഈ കുണ്ടലിനിയും ഷഡാധാര കൽപ്പനകളൊക്കെ കുബ്ജികാ തന്ത്രത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അദ്വൈത് അൺമ്യൂട്ട് ചെയ്തോ. അദ്വൈത് മഹാദേവ് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. അടുത്ത ആൾക്ക് കൊടുക്കട്ടെ. സജേഷ് ഏട്ടനാണ് അടുത്തത്. സജേഷ് ഏട്ടൻ അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്തേ. ഇതില് സർവ മന്ത്രാത്മീയ കാളിക എന്നത് പാഠഭേദമാണ്. പാഠഭേദം ഉണ്ട്. അത് പാഠഭേദങ്ങള് ഇതില് ഛന്ദസ് മുറിയാതെ ചേർത്ത കുറെ കാര്യങ്ങൾ. അപ്പൊ ധ്യാനത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കടാക്ഷയതു കല്യാണി എന്നുള്ളത് കുര്യാത് കടാക്ഷം തു കല്യാണി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏതാണ് ശരി എന്ന് ഇപ്പൊ നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കാരണം കാളിദാസനാൽ എഴുതിയ ആ സാധനം, ഒറിജിനൽ സാധനം നമ്മുടെ കയ്യിലില്ലല്ലോ. ഒരു സംശയം, ഈ ചാമുണ്ഡി ദശമുദ്യയില് വരും? ചാമുണ്ഡി ഇല്ല, ദശമഹാവിദ്യയിൽ ചാമുണ്ഡി വരുന്നില്ല. മാതൃക്കളിൽ വരുന്നുണ്ട്. ശവർഗമാണ് ചാമുണ്ഡി. വാരാഹി ചാമുണ്ഡി അല്ല, വാരാഹിയും ചാമുണ്ഡി അത് അതെല്ലാം ഇതിൽ വരുന്നതല്ലല്ലോ. അല്ല 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 അല്ല, മാതൃക്കളില് ചാമുണ്ട എന്നുള്ള പേരിൽ വരുന്നുണ്ട്. അത് ശവർഗമാണ്. അക്ഷരങ്ങളിലെ ഷ ഷ സ ഹ എന്ന് പറയുന്ന ആ സെറ്റാണ് ചാമുണ്ട. അതുപോലെ ധൂമാവതി ഒന്നും തന്നെ നമ്മൾ ഈ ഭാഗത്തല്ലേ, ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ് ഭാഗത്തെല്ലാം കുലദേവരായിട്ട് ധൂമാവതി എന്ന് പറയുന്ന ഒരു ദൈവത്തെ പ്രധാനമായിട്ട് കാണുന്നു കോലസ്വരൂപത്തില്. അതന്നെയല്ലേ ഈ ധൂമാഭഗവതി നമ്മളെ ഇതിൽ ഈ ദശവിദ്യയില് പറയുന്ന ദശമഹാവിദ്യയില് ധൂമാവതി എന്ന് തന്നെ പറയുന്നുണ്ട്. അതെ അതെ, ഇവിടെ ധൂമാവതി, ഇവിടെ ധൂമാഭഗവതി അതെ, രൂപവും കയ്യിലുള്ള ആയുധങ്ങളും ഒക്കെ നോക്കിയിട്ട് അത് ഇവര് വളരെ സ്വാത്വികമായിട്ട് ആരാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. സാത്വിക ദേവരായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതില് ഇന്നലെ നിങ്ങളെ പഠിക്കുന്ന സമയത്ത് അത് കുറച്ച് രൗദ്രായിട്ടുള്ളതല്ലേ വരുന്നത്? രൗദ്രമല്ല, ശിവനെ കാണാത്ത വിധവയായിട്ടുള്ള അവസ്ഥയാണ്. ദുഃഖാവസ്ഥയിലുള്ളത്. അതെ, ദുഃഖാവസ്ഥയാണ് ആക്ച്വലി. അപ്പൊ അത് ഇവിടെ ഈ ഭാഗത്ത് കാസർഗോഡ് കർണാടക ഭാഗത്തെല്ലാം ഈ ധൂമാവതി ധർമ്മദൈവമായിട്ട് ആരാധിക്കുന്നുണ്ട് വളരെ പ്രധാനമായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖാവസ്ഥയിലുള്ള ധർമ്മദൈവമായിട്ടുള്ള ആരാധന വരുമെന്നുള്ളൊരു സംശയം. അതുകൊണ്ട് അങ്ങനെ വിഷയമില്ല. അത് ആ ദേവതയിൽ എന്തിനെയാണ് സാധകൻ കാണുന്നത്, അങ്ങനെയുള്ള ധൂമാവതിയെ നോക്കി അതെന്റെ അമ്മയാണ് അല്ലെങ്കിൽ അതെന്റെ ഇണയാണ്, എന്റെ കാമുകിയാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവനാണ് താന്ത്രികൻ. പിന്നെ അതിൽ വേറൊരു സംശയം എന്ന് വെച്ചാൽ ഈ ധൂമാവതിക്ക് കുറച്ചുകൂടി ഒന്ന് ശ്യാമളാദണ്ഡക വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അല്ല, ഇത് ഇന്നലെ ഇത് പഠിപ്പിച്ചതോ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സംശയം ചോദിച്ചു. ശ്യാമളയിലേക്ക് എത്താനാണ് ദശമഹാവിദ്യ പറഞ്ഞത്. ദശമഹാവിദ്യയുടെ വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ ശരി നമുക്ക് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് പേഴ്സണലി സംസാരിക്കാം. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല. ഞാൻ മറ്റുള്ളവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു പേഴ്സണലി സംസാരിക്കാം കേട്ടോ.
പ്രഭാവതി ചേച്ചി. നമസ്തേ സർ. പിന്നെ നമസ്കാരം. ഞാൻ കാസർഗോഡ് ജില്ലയിൽ തന്നെ. ഇപ്പൊ അവിടെ പറഞ്ഞ ധൂമാവതിയുടെ കാര്യം പറഞ്ഞല്ലോ. എന്റെ അച്ഛന്റെ വീണ്ടും ആ കുടുംബത്തില് വഴിക്ക് പോവാ. ധൂമാ ഭഗവതിയാണ് പ്രധാന ദേവി. പക്ഷെ അത് ഞാൻ ചെറിയ വാക്കിൽ പറഞ്ഞു ഇതൊക്കെ. പക്ഷെ അവിടെ തലയില് തീക്കുണ്ടം വെച്ചിട്ടാണ് അവിടെ കെട്ടി ആടുന്നത്. തലയുടെ മുകളില് പിന്നെ തീ പിന്നെ കനലെരിഞ്ഞുകൊണ്ടിരിക്കും. ഇവര് ഇത് അഴിച്ചു മാറുന്നവര് ഇത് കെട്ടി അടിക്കുന്ന സമയത്ത്. പ്രധാനപ്പെട്ട അത് നമ്പൂതിരി കുടുംബങ്ങളിലാണ് കൂടുതൽ ആ ദേവി ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ പ്രാദേശികമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അത് വൈവിധ്യങ്ങളുണ്ട് ഓരോ സ്ഥലത്തും. ഓരോ ഇതുപോലെ നേരത്തെ കരിങ്കാളിയുടെ പറഞ്ഞത് അത് പിന്നെ ഇത് രൗദ്രഭാവവും പിന്നെ ശാന്തഭാവമായിട്ട് 2 തരത്തിൽ തന്നെയാണ് കുടുംബങ്ങളിൽ. ഇവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ കുടുംബങ്ങളിൽ കെട്ടിയടിക്കുന്നുണ്ട് അങ്ങനെ 2 ഇതായിട്ട്. അതൊക്കെ അറിയാവുന്നതാ. അറിയുന്ന ഇവിടെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ അതുമല്ല, ഈ നമ്മള് ഇപ്പം പഠിച്ച ഭാഗങ്ങളും ഇനിയിപ്പോ എടുക്കാൻ പോകുന്ന ഭാഗങ്ങളും അതൊന്ന് രാഗത്തിൽ ചൊല്ലിയിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൊല്ലിയിട്ട് തരാമോ? ഞാൻ ഇതിന്റെ നന്നായി ചൊല്ലിയൊരു വേർഷൻ ഉണ്ട്, അത് അയച്ചുതരാം. ഒരു യൂട്യൂബിൽ കിട്ടിയാൽ മതി. നന്നായി ചൊല്ലിയൊരു വേർഷൻ ഞാൻ അയച്ചുതരാം. അങ്ങനെ കിട്ടിയാൽ മതി. അത് ഗ്രൂപ്പിൽ ഇടാം. പഠിക്കണമെങ്കിൽ അത് കേട്ട് പഠിക്കാം. ആയിക്കോട്ടെ, താങ്ക്സ്. കുറച്ച് സ്പീഡപ്പ് ആക്കാട്ടോ നമുക്ക്. ക്ലാസ് ആക്ച്വലി കഴിഞ്ഞു. പോകേണ്ടവർക്ക് ലീവ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ ആരാ ചോദിക്കുന്നേ? അത് ചോദിക്കട്ടെ. നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് നമുക്ക് പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അഡ്മിനോട് ചോദിച്ചാൽ മതി. അഡ്മിനൊന്ന് പേഴ്സണൽ കേൾക്കുന്നില്ല. ഗോരോചന അല്ലേ? ഹലോ, ചോദിച്ചോളൂ. രാജേട്ടൻ തന്നെയാ. ഗോരോചനം പശു മരിച്ചാൽ കിട്ടുന്നതല്ലല്ലോ. പശു പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവത്തിനോടൊപ്പം വരുന്നതാണെന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഇപ്പൊ കിട്ടാറുണ്ടോ? അങ്ങനെ ഉണ്ടോ? പക്ഷെ പ്രസവത്തോടൊപ്പം കിട്ടുന്ന പശു പ്രസവിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയതുകൊണ്ട് ഞാനിത് കഴിഞ്ഞ തവണ ക്ലാസ് എടുത്ത സമയത്ത് കുറെ ദിവസം നടന്ന് അന്വേഷിച്ച് കുറെ പേരോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയത്. അത് കല്ല് പോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. പശു പ്രസവിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സാധനം, കല്ല് പോലെയുള്ള ഒരു സാധനം കിട്ടിയതായിട്ട് അറിവില്ല. വീണ്ടും അന്വേഷിക്കാം. ഗോരോചനെ പറ്റി ഞാൻ കേട്ടറിഞ്ഞ, എനിക്ക് അറിയില്ല, ശരിയായിട്ടുള്ള അറിവാണെന്നില്ല. പശു മസ്തകത്തിൽ നിന്നാണ് അത് കിട്ടുന്നൊരു കേട്ടിരുന്നു. അതിന്റെ യഥാർത്ഥം എനിക്കറിയില്ല. പക്ഷെ അത് ആയുർവേദ മരുന്നിനൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ കിട്ടാൻ വളരെ ക്ഷാമമുണ്ട്. കാരണം അതിനെ ഉപദ്രവിച്ചിട്ട് വേണം എടുക്കാൻ. അതുകൊണ്ടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നല്ലൊരു മരുന്നായിട്ടാണ് അത് കണക്കാക്കുന്നത്. ആയുർവേദത്തിൽ ഉപയോഗിച്ചവനെ കൊണ്ടേ അതൊരു ഹിംസാത്മക രീതിയിൽ എടുത്തതാണോ എന്നുള്ളൊരു സംശയം. അറിയില്ല. ഒരാളിപ്പോ കമന്റ് ചെയ്തിട്ടുണ്ട് ബ്ലാഡർ സ്റ്റോൺ ഓഫ് കൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അന്വേഷിച്ച സമയത്ത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. രാജശ്യാമള ദേവിയും മാതംഗി ദേവിയും ഒന്നാണ്. അതെ, ഒന്നാണ്. രാജശ്യാമള ഭാവം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഒരു രാജ്ഞിയെ പോലെ ഇരിക്കുന്ന ആ ഭാവത്തെ ആണ് രാജശ്യാമള എന്ന് വിളിക്കുന്നത്. ശ്രീവിദ്യാ പദ്ധതിയില് രാജശ്യാമള ഉണ്ടല്ലോ. ശ്രീവിദ്യാ പദ്ധതിയിൽ മന്ത്രിണിയാണ്. ത്രിപുര മന്ത്രിണിയായിട്ട് പറയുന്നതാണ്. ഇനി ആരാ ബാക്കിയുള്ളത്? മിസ്സിസ് നായർ എന്ന് കാണുന്ന പേര്. ഹലോ, നമസ്തേ. എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ. എല്ലാം നമ്മള് ദേവീനെ ഗോൾഡൻ കളറായി പറയുമ്പോ എന്തിനാ സരസ്വതിനെ ഞാനിത് ആദ്യമായിട്ട് കേൾക്കണ ബ്ലാക്ക് കളറിൽ പറയണ? സരസ്വതിനെ ബ്ലാക്ക് കളറിൽ പറഞ്ഞില്ലല്ലോ. മാതംഗിയല്ലേ പറഞ്ഞത്? ഡാർക്ക് കളർ അല്ലേ പറഞ്ഞേ? മാതംഗിയെ പറഞ്ഞേ. സരസ്വതി. ഓക്കെ. മാതംഗിയാണ്. മാതംഗിയെ താന്ത്രിക സരസ്വതി എന്ന് വിളിക്കാറുണ്ട്. തന്ത്രത്തിലെ സരസ്വതിയാണ് മാതംഗി എന്ന് വിളിക്കാറുണ്ട്. അത് തെറ്റ് പറയാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. എല്ലാ വിദ്യയും സാത്വിക രീതിയിൽ ആവില്ല. ചിലപ്പോൾ നമുക്ക് പഠന സമയത്ത് രാജസിക ഭാവവും താമസിക ഭാവവും ഒക്കെ ഉൾച്ചേർത്ത് പഠിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് സകല വിദ്യകളുടെയും സർവ്വവിദ്യാത്മികെ എന്ന് വിളിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പഠനം കൂടി രജസിന്റെ
പ്രഭാവത്തോടു കൂടിയുള്ള പഠനവും എല്ലാം മാതംഗി സാധനയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതും പറയാറുണ്ട്. ഇപ്പൊ സരസ്വതിയുടെ വൈറ്റ് അത് സാത്വികമായ പഠനത്തിൻ്റെതാണ് എന്നൊരു വേർഷൻ ഉണ്ട്. ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ടും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. താന്ത്രിക സരസ്വതി എന്ന് മാതംഗിയെ വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഔട്ട് ഓഫ് ലൈൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? ശാക്തികം മുടങ്ങിയാൽ എന്താ ചെയ്യാ അതിന് ഈക്വലന്റ് ആയിട്ട്? ഈക്വലന്റ് ആയിട്ടൊന്നും ചെയ്യാനില്ല. ശാക്തികം നമ്മള് വീട്ടില് ചെയ്യണത് ഉദ്ദേശിക്കുന്നത് ശാക്തികം വീട്ടില് രാജരാജേശ്വരിയണേ നമ്മുടെ. അപ്പൊ അതിലൊരു 5 years ആയിട്ട് മുടങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്താലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേറെ നമ്മളുടെ വീട്ടിന്റെ ഉള്ളില് ഇതായിട്ട് വന്നതാണ്, എന്താ പറയാ, തന്നെ പറയുന്നത് എന്താ വേർഡ്, മലയാളം വേർഡ്, സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ദേവതയാണ്. സ്വയംഭൂ. അതില് മുടങ്ങിയത് നമ്മളിപ്പോ അടിമക്കാവിൽ പോയി ചെയ്യാൻ പറ്റുമോ? അതിന്റെ എന്തെങ്കിലും ഈക്വലന്റ് അടിമക്കാവിൽ പോയി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു സമാധാനം തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. പക്ഷെ അത് കുടുംബത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അത് പഠിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ശ്രീനാഥ്ജിയൊക്കെ ഇപ്പൊ ശാക്തേയം ക്ലാസ് ആയിട്ട് പഠിപ്പിച്ചു. പക്ഷെ ചെയ്യാനുള്ള ധൈര്യവും ഇല്ല എന്നേലും. അത് ബലിയാണോ അവിടെ തടസ്സം എന്നുണ്ടെങ്കിൽ ബലി ഒഴിവാക്കിയിട്ട് ചെയ്യാം. അല്ലല്ല, അവിടെ ചെയ്യാൻ ഇപ്പൊ ആ വീട്ടിൽ ഇരിക്കുന്നവര് ചെയ്യാൻ വിടുന്നില്ല. അതൊരു അല്ല, ആ വീട്ടിൽ തന്നെ പോയി ചെയ്യണ്ട, സ്വന്തം വീട്ടിൽ ചെയ്തോളൂ. സ്വന്തം വീട്ടിൽ ചെയ്യാൻ പറ്റുമോ ആ ദേവീനെ വിചാരിച്ചിട്ടോ? അതെ. ആഹാ, ഓക്കെ ഓക്കെ. നമ്മുടെ പൂർവികർ അത് ചെയ്തിരുന്ന സമയത്ത് അവരുടെ ശരീരത്തിനുള്ളിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എവിടെ ഉണ്ടെങ്കിലും ആ ചൈതന്യം അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ ആ ദേവിയെ സങ്കല്പിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്താൽ മതി. ഓക്കെ 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 ഓക്കെ, ദാറ്റ്സ് വണ്ടർഫുൾ. താങ്ക് യു ജി, താങ്ക് യു. സജിജി, മാം പറഞ്ഞ ഈ ശാക്തികം എന്നുള്ളത് ശക്തയം എന്നുള്ളതും ഒന്നല്ലേ? ശക്തികം എന്നുള്ളതും ശക്തേയം. ശാക്തികം എന്ന് പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശക്തയം അല്ലേ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചത്. ശക്തയം ആയിരിക്കണം ഉദ്ദേശിച്ചത്. ശാക്തികം നമ്മുടെ ഇപ്പം ശക്തയം എന്നുള്ളതില് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ തറവാട്ടിലൊക്കെ മുമ്പ് പാലും വെള്ളരി സമ്പ്രദായത്തില്. അയ്യോ, ഇത് വിശ്വനാഥ് മേനോൻ വിശ്വേട്ടനാണോ സംസാരിക്കുന്നത്? യെസ് യെസ്. അയ്യോ, നമുക്ക് ഫോണിൽ സംസാരിക്കാം. അല്ലല്ല, അങ്ങനല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശാക്തികം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. ശാക്തികം എന്ന് പറഞ്ഞതില് മധ്യമത്തിൽ നടത്തുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. അത് ഈ പാലുമൃതി വെള്ളരി സമ്പ്രദായം എന്നാണ് കോഴിക്കോട് ഭാഗത്ത് പറയുക. ഓക്കെ, എന്താണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് ചെയ്യുന്നത് ഉത്തമ സമ്പ്രദായം. എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയോ ഒരു ധാരണ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മധ്യമം. എന്താണ് ചെയ്യുന്നത് എന്ന് ഒരു പിടിയില്ല പക്ഷെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അധമം. അല്ലാതെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല ഇത് തീരുമാനിക്കാം. രൂപേഷ് ഏട്ടാ പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്തോ. നമസ്തേ ഏട്ടാ, വളരെ നല്ല ഒരു വിവരണമാണ്, വളരെ സന്തോഷം. നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇട പിംഗല പറയുമ്പോൾ ഇട നാഡി ഇടത് നോസ്ട്രിലും പിംഗല നാഡി വലത് നോസ്ട്രിലും എന്നല്ലേ? അതെ അതെ. അപ്പം വലതുഭാഗം സൂര്യനാഡിയും ഇടതുഭാഗം ചന്ദ്രനാഡിയും അല്ലേ? അതെ അതെ അതെ. അപ്പം നമ്മുടെ ഇട പിംഗലയുടെ ഒരു ബാലൻസിനാണ് നമ്മൾ നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുന്നത്. അതിലൂടെയുള്ള പ്രാണന്റെ സഞ്ചാരത്തെ സുഗമമാക്കാൻ. അതെ, ക്രമപ്പെടുത്താൻ. അപ്പം ദേവി ഇടത് നാഡിയിലാണ് ഉള്ളത്, അങ്ങനെയാണ് പറയുന്നത് അല്ലെ? ദേവിയാണ് റെപ്രസെന്റ് ചെയ്യുന്ന ഇടത് നാഡി. ഇവിടെ ഞാൻ പറഞ്ഞത് ദേവി ഇങ്ങനെയുള്ള കർണാഭരണം അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് മധ്യത്തിലിരിക്കുന്ന ദേവി സുഷുമ്നയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശിവൻ ശക്തി പരാസംവിത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ശിവൻ പിംഗലയും ശക്തിയുടെയും പരാസംവിത്ത് സുഷുമ്നയും. പരാസംവിത്താണ് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ്. നമ്മളിപ്പോ പറഞ്ഞ് നമ്മുടെ കുണ്ടലിനി. ഇത് 2 വേർഷൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് ദേവി ഈ ആഭരണങ്ങളെ അണിഞ്ഞിരിക്കുന്ന സമയത്ത് പിംഗലയും ഇടയും കാണിച്ച് മധ്യത്തിലിരിക്കുന്ന ദേവി അപ്പൊ സുഷുമ്നയായി. അതെ. നമ്മൾ ഇതിനെ ഹഠയോഗ പദ്ധതിയിലേക്ക് മാറ്റുന്ന സമയത്ത് വലത് സൂര്യനും ഇടത് ചന്ദ്രനും മധ്യത്തില് അഗ്നിയുമാണ്. അതെ. നമ്മൾ ഇതിനെ മനസ്സ് ബുദ്ധി അഹങ്കാരങ്ങളുടെ തലത്തിലേക്ക് പോകുന്ന സമയത്ത് വലത് അഹങ്കാരവും
ഇടത് മനസ്സും മധ്യനാഡി ബുദ്ധിയുമാണ്. ബുദ്ധി അല്ല, ഓക്കെ. ശരി. സത്വരജസ്തമസുകളിലേക്ക് പോകുമ്പോൾ മധ്യം സത്വവും വലത് തമസ്സും ഇടത് രജസ്സുമാണ്. അപ്പൊ ഇങ്ങനെ ഏത് ആശയമാണോ പറയുന്നത് അതിനനുസരിച്ച് ആ ടേംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ യോഗവും തന്ത്രവും യോജിക്കുന്നു എന്ന് പറഞ്ഞാണ്. അപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഉത്തരം തന്നെ അതിലുണ്ട്. നമ്മളിപ്പം അമ്പലം അതെല്ലാം ക്ഷേത്രം സ്വശരീരം എന്നാണല്ലോ. അപ്പം സ്വശരീരത്തെ ക്ഷേത്രമായി കണ്ട് യോഗ സാധനയും അതിന്റെ കൂട്ടത്തിൽ പറ്റുന്ന പോലെയുള്ള സാധനാക്രമങ്ങളും ചെയ്താൽ അത് തന്നെയല്ലേ ഉത്തമമായ മാർഗം. അത് നമ്മൾ അതിനൊരു എഫേർട്ട് എടുക്കുന്നത്. സത്യത്തിൽ ആ പദ്ധതികളൊക്കെ അങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നത് തന്നെയാണ്. യോഗമാർഗത്തിൽ പോകുന്ന പല സാധകരും ഗണപതിയെയും വാരാഹിയും ഒക്കെ ഉപാസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഇംഗ്ലീഷുകാരുടെ ബുദ്ധിയും വെച്ചിട്ട് നിങ്ങൾ യോഗക്കാരനല്ലേ, നിങ്ങൾ എന്തിനാണ് തന്ത്രത്തിന്റെ ദേവത എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. കാര്യമില്ല. ഇതെല്ലാം ഒരുമിച്ച് പോകുന്നത് തന്നെയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. നന്ദി. ഓക്കെ. അദ്വൈതേട്ടനോട് നമ്മൾ പറഞ്ഞു, പക്ഷെ അൺമ്യൂട്ട് ആക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. സച്ചിൻജി വളരെ ഒരു കാര്യം വളരെ കൃതജ്ഞതയോടുകൂടി അറിയിക്കുന്നു ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചതിന്. കാര്യം ഈ നമ്മൾ ഇത്രയും കാലമായിട്ട് പല പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് ശ്യാമളാദണ്ഡകം ഞാൻ തന്നെ കേൾക്കുന്നത്. പക്ഷെ ഈ ചൊല്ലി കഴിഞ്ഞപ്പോ ഇത് ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതാണെന്ന് എനിക്ക് അറിയാതെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ ഒരു ഈ വളരെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് പെട്ടെന്ന് ഇന്ന് ചൊല്ലിയപ്പോഴാണ് അറിയാൻ. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിൽ. താങ്ക് യു വെരി മച്ച്. ഇതിന്റെ ധ്യാന ശ്ലോകം ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, മാണിക്യ വീണ എന്നുള്ള. അത് കേട്ടില്ല. അത് മാത്രല്ല, അത് രണ്ടാമത് വരുന്ന വരികൾ കേട്ടപ്പോൾ അത് ഒരു ഇതുപോലെ സുബലക്ഷ്മിയെ പോലെ അതുപോലത്തെ ഒരു വോയിസിൽ ഞാൻ എവിടുന്നോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടതായിട്ട് വളരെ വളരെ ഫെമിലിയർ ആണ് ലൈൻസ് എല്ലാം. പക്ഷെ ഇത് ശ്യാമളാദണ്ഡകാണെന്ന് അറിയില്ലേ. താങ്ക് യു വെരി മച്ച്. വളരെ 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 ഇങ്ങനെ പരിപാടി ഓർഗനൈസ് ചെയ്തു. ശിവശ്രീ സ്കന്ദപ്രസാദ് എന്ന് പറയുന്ന ഒരു ലേഡി പാടിയ വേർഷൻ ഉണ്ട് യൂട്യൂബിൽ. അതിന്റെ ലിങ്ക് അയച്ചുതരാം. നല്ല പ്രൊനൗൺസിയേഷനും നന്നായി ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ചൊല്ലിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം. ശിവശ്രീ സ്കന്ദപ്രസാദ് എന്നാണ് അവരുടെ പേര്. ഒരു കർണാട്ടിക് സിംഗർ ആണ്. അവരുടെ ഒരു വേർഷൻ ഉണ്ട്. ശിവശ്രീ യൂട്യൂബിലും കിട്ടുമല്ലോ അല്ലെ? യൂട്യൂബിൽ കിട്ടുമായിരിക്കുമല്ലോ. യൂട്യൂബിലെ കാര്യമാണ് പറയുന്നത്. ശിവശ്രീ സ്കന്ദപ്രസാദിന്റെ ശ്യാമളാദണ്ഡകം നല്ലൊരു വേർഷൻ. അദ്വൈതട്ടാ അൺമ്യൂട്ട് ആക്കി. കേക്കാം. ഇത് ഇടുക്കിയിലുള്ള അദ്വൈതാണോ? യെസ്. കുറെ നാളായല്ലോ കണ്ടിട്ട്. ഉണ്ട്. അപ്പൊ ഞാൻ ബാക്കി പ്രധാനമായിട്ട് 2 ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ശ്രീകുലം, കാളികുലം, താരാകുലം എന്നൊക്കെ പറയുന്ന പോലെ ഈ മാതംഗികുലം എന്ന് പറഞ്ഞ് ഇതിനെ ബേസ് ചെയ്ത് മാത്രമായിട്ടുള്ള ഇതുണ്ടോ? ശ്രീകുലം, കാളി. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രാണൻ, അത് ഈ ഹഠയോഗയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഒരു ചെറിയ ക്ലാരിഫിക്കേഷനാണ്. നമ്മൾ പ്രാണൻ പിംഗലിയുടെ പുറത്തേക്ക് വിടുന്നു, അവാറിന് ഇടയിലൂടെ അകത്തേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ? അത് അപ്പൊ നോർമലി നമ്മള് ഈ പ്രാണായാമം ചെയ്യുമ്പോഴല്ലേ അങ്ങനെ ചെയ്യുന്നത്? അല്ല, നമ്മൾ സ്വാഭാവികമായി ശ്വാസം എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അകത്തേക്ക് എടുക്കുന്നതിനെ പ്രാണൻ എന്നും അകത്തേക്ക് എടുക്കുന്നതിനെ അപാനൻ എന്നും പുറത്തേക്ക് വിടുന്നതിനെ പ്രാണൻ എന്നുമാണ് പറയുക. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പ്രാണൻ പോയി എന്ന് പറയുന്നത്. പുറത്തേക്ക് വിട്ട ശ്വാസം ആ വഴി പോയി, പിന്നെ വന്നില്ല. അപ്പൊ അത് അതിനുള്ള മാതംഗി കുലം എന്ന് പറയുന്ന ഒരു രീതിയില്ല. എന്ന് വെച്ചാല് നമ്മൾ മനസ്സിലായി. ശ്രീകുലം എന്ന് കാശ്മീരിൽ ശ്രീകുലമാണെന്നും ബംഗാളിൽ കാളികുലമാണെന്നും കേരളത്തിൽ താരാകുലമാണെന്നും പറയാറുണ്ട്. അത് ആ ദേവതകളുടെ ഉപാസനാ സമ്പ്രദായം നിലനിൽക്കുന്ന ഇടം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. അങ്ങനെ മാതംഗി കുലം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. മാതംഗിക്ക് തനത് പദ്ധതി ഉണ്ട്, പൂർണ്ണ പദ്ധതി. ഇപ്പൊ ശ്രീവിദ്യയെ പോലെ കാളിയെ പോലെ പൂർണ്ണ പദ്ധതി മാതംഗിക്ക് സ്വന്തമായിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുവാണെങ്കിൽ പോലും ഇതെങ്ങും അവൈലബിൾ അല്ല. ശ്രീവിദ്യാ സമ്പ്രദായമുണ്ട്, മറ്റ് സമ്പ്രദായത്തിനെ കുറിച്ചെല്ലാം അത്യാവശ്യം ഏകദേശം ഒരു ധാരണ. പക്ഷെ ഈ മാതംഗിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ കുറെ ശ്ലോകങ്ങളും അതും ഇതും ഒക്കെ ഉള്ളതല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിലോ അല്ലെങ്കിൽ കാളി സമ്പ്രദായത്തിലോ അങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രീവിദ്യ പോലെ നമുക്ക് കോമൺലി അവൈലബിൾ അല്ല. ശ്രീവിദ്യ കാളികുലം ഒക്കെ നമുക്ക് കോമൺലി അവൈലബിൾ ആണ്. അതുപോലെ ഇത് അവൈലബിൾ അല്ല, പക്ഷെ അന്വേഷിച്ചാൽ കിട്ടും.
ഈ ഒരു വിഷയം തന്നെ ഒരു 3 വർഷം മുമ്പ് ഞാൻ സച്ചിൻ ഭായിയോട് ഞാൻ എനിക്ക് ചോദിച്ചായിരുന്നു. ഓർമ്മയുണ്ട്, ഓൺലൈനായിട്ട് തന്ത്ര കോഴ്സ് നടത്തിയപ്പോൾ ചേർന്നതും മാതങ്കി പദ്ധതിയെ കുറിച്ച് ആ. ചോദിച്ചതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഇതേ DP ആണ് ഉപയോഗിച്ചിരുന്നത്, അങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതന്നെ. ഓക്കെ. അപ്പൊ അന്നും ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം കുറെ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു 3 വർഷം മുമ്പാണ് ചോദിച്ചത്. ഓക്കെ അടുത്ത നാളെ മറ്റു കാര്യങ്ങൾ സംസാരിക്കും. നമുക്കിന്ന് അവസാനിപ്പിക്കാം, കുറച്ചധികം നേരം നീണ്ടുപോയി. ശരി, അപ്പൊ നാളെ 8 മണിക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. വിപിനേട്ടൻ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? ശരി, ഓക്കെ.